Hi, hello my dear students, good evening. So welcome back to another session of our JEE Express Sure Shot. So ഇന്ന് നമ്മൾ മാത്സിൻ്റെ മൂന്നാമത്തെ ദിവസം നെക്സ്റ്റ് ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ കാൽക്കുലസിൻ്റെ എൻമോസ്റ്റ് ടോപ്പിക്കായ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അത്യാവശ്യം കുട്ടികളെല്ലാം തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് കാൽക്കുലസ്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അല്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. സോ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വളരെ കുറച്ച് സിലബസേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി കാൽക്കുലസിൻ്റെ ആപ്ലിക്കേഷനാണ് ഫുള്ള് വരുന്നത്, ഐ മീൻ എസ്പെഷ്യലി ഇൻ്റഗ്രേഷൻ അല്ലേ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽക്കുലസിൻ്റെ എല്ലാ കൺസെപ്റ്റിൻ്റേതായ ആപ്ലിക്കേഷൻസ് ചേർന്ന് വരുന്ന മിക്സഡ് പ്രോബ്ലംസ് ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയ തന്നെയാണിത്. അപ്പോൾ ഈ JEE Mains 2025 എഴുതാൻ പോകുന്ന കുട്ടികളോട് ആദ്യം എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ വേണമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സിലബസ് എന്താണെന്ന് നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ സിലബസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എസ്പെഷ്യലി ഞാനിവിടെ എല്ലാ സിലബസ് ഒന്നും കാണിക്കുന്നില്ല, മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെ സിലബസ് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പർട്ടിക്കുലർ ടോപ്പിക്കായ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ആക്ച്വലി സിലബസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, ബിക്കോസ് വളരെ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ഒരു കണ്ടൻറ്റ് കൊണ്ട് ഈ ഇത്രയേ ഉള്ളൂ എന്നല്ല, നമ്മൾ JEE Mains ആണ് അല്ലേ, അപ്പോൾ അതിനകത്ത് ഇറങ്ങി പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് സബ്സബായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ, വളരെ കുറച്ച് സിലബസ് ആണ്. അപ്പോൾ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ NCERTയിലെ ഫസ്റ്റ് കൺസെപ്റ്റ് തന്നെയാണ്. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെയ്യുന്നതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നറിയാം, അതിൻ്റെ ഓർഡറും ഡിഗ്രിയും ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഏരിയ ആണ്, സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു 2 വർഷം മുമ്പ് വരെ സിലബസ് അപ്ഡേറ്റ് ചെയ്തത് ലാസ്റ്റ് വർഷമാണ്. അപ്പോൾ അതിന് മുന്നേ വരെ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതായത് അത് ഡിഫറൻസിയേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പോഴത്തെ സിലബസിൽ ആ ഒരു ടോപ്പിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഇൻ്റഗ്രേഷനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഐ മീൻ സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ്റഗ്രേഷനും ഫോർമേഷനിൽ ഡിഫറൻസിയേഷനും ആയിരുന്നു. ബട്ട് ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ ആക്ച്വലി ഇവിടെ വരുന്നില്ല, ബിക്കോസ് ഇവിടെ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കളഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൗ ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ദ മെത്തേഡ് ഓഫ് സോൾവിങ്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, സൊല്യൂഷൻ ഓഫ് എ ഹോമോജീനിയസ് ആൻഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 3 ടൈപ്പ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. വേരിയബിൾ, സെപ്പറബിൾ ഫോം, ഹോമോജീനിയസ്, ലീനിയർ. ഓക്കെ, ഇതിൽ ഫ്രീക്വൻ്റ്ലി എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് വരാറുണ്ട്. എങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ലീനിയർ എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് കരുതി മറ്റുള്ളത് പഠിക്കേണ്ടതെന്നല്ല. ബട്ട് ലീനിയറിൽ ഒരു ടെൻഡൻസി കൂടുതലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്. നിങ്ങൾ PYQ നോക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും. സോ അപ്പോൾ നമ്മുടെ സിലബസ് ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് 4 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ്റെ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. 2 ഫേസുകളിലായിട്ട് നടന്ന എക്സാമിനേഷനിൽ ടോട്ടൽ JEEയിൽ എത്ര ക്വസ്റ്റ്യൻസ് ഓരോ വർഷം ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു പാസ്റ്റ് 4 ഇയേഴ്സിൻ്റെ ഒരു കണക്കേ ഉള്ളൂ. 2024 2 ഷിഫ്റ്റുകളിലായിട്ട് 34 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചാൽ അതിനൊരു ക്വസ്റ്റ്യൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ സമാധാനിക്കാം. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള സിലബസ് മോഡിഫൈ ചെയ്തിട്ടുള്ള ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് 2024 സോ അതിലെന്തായാലും 2 ഷിഫ്റ്റിൽ കൂടി തന്നെ 34 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ 2023-ലും 24 ക്വസ്റ്റ്യൻ 2 ഷിഫ്റ്റിൽ കൂടിയാണ് കേട്ടോ. സോ ഓരോ ഫേസിലെയും ഞാൻ 2 ഷിഫ്റ്റിലെയും സെപ്പറേറ്റ് കൊടുത്തിട്ട് ടോട്ടൽ എഴുതിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ഒരു ഷിഫ്റ്റിലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ധൈര്യമായി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങളെല്ലാവരും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പോകുന്നൊരു ഏരിയ തന്നെയായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രോബ്ലംസ്. എനിക്കത് ഉറപ്പുണ്ട്. ആസ് എ ടീച്ചർ, ഇത് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുട്ടികളുടെ ഇന്ന് എപ്പോഴും കിട്ടുന്നൊരു ഫീഡ്ബാക്കാണ്. മിസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, ബട്ട് ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്നൊക്കെ പിള്ളേർ പറയാറുണ്ട്. ബട്ട് അതൊക്കെ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾ പക്ക പോളിഷ്ഡ് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിലേക്ക് നിങ്ങൾ മാറും. സോ അതാണല്ലോ നമ്മുടെ ഷുവർ ഷോട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എനിവേ നമുക്ക് നമ്മുടെ ഡെഫിനീഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ നമ്മുടെ ഡെഫിനീഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ
So an equation containing an independent variable, dependent variable and differential coefficient of the dependent variable with respect to independent variable. ഈ മിസ് എന്താ ഈ പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് എന്നൊക്കെ. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാര്യം കുറച്ച് ടെക്നിക്കുകളൊക്കെ നമുക്ക് ആ ഒരു ടേം അറിയാമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നൊന്ന് പറഞ്ഞു പോട്ടെ. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കേസൊക്കെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. So y is equal to f of x എന്നൊരു ഫംഗ്ഷൻ എഴുതിയാൽ ഇതിനർത്ഥം y is a function of x. For example, y is equal to x square plus 3. So ഈ കേസിൽ the value of y is depends on the value of x. If the value of x changes, the value of y is also changing. That means y is depending on the value of x. That means y is called dependent variable here and x is called independent variable here in the function y is equal to f of x. എന്ന് കരുതി എപ്പോഴും y ഡിപ്പെൻഡൻറ്റും x ഇൻഡിപെൻഡൻ്റ് ആവാനും പറയാൻ പറ്റില്ല. Based on the circumstance, it will change. Suppose if I am considering a function x is equal to y square plus 3. In this case, as the value of y changes, the value of x is changing. Okay, so here x is called the dependent variable and y is called the independent variable. മനസ്സിലായോ? അപ്പോൾ സാഹചര്യം അനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ജസ്റ്റ് ആ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്താണ് ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡൻസി എന്ന് മനസ്സിലാക്കുക. y is equal to function of t ആണെങ്കിൽ y is dependent, t is independent over there. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഡിഫറൻസിയേഷൻ എപ്പോഴും dy by dx, if they are providing the function y is equal to f of x, dy by dx എന്ന് പറയുന്നത് we are always differentiating the dependent variable with respect to independent variable ആണ്. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോ. ഞാൻ പിന്നൊരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങളോട് ചോദിക്കും. സോ അവിടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. എന്താണ് ഡിഫിനിഷൻ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഇക്വേഷനിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, പിന്നെ ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ എക്സാമ്പിൾസ് ഒക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. dy by dx plus sin x equal to y, f is equal to m into d square s by dt square. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ കാണുന്നതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ ഇട്ടെന്നേ ഉള്ളൂ. x dy minus y dx equal to 0. Actually this differential equation is given in terms of the differentials, but you can make the derivative from this particular expression. See ഇവിടെ നോക്കിക്കേ, x dy is equal to y dx എന്ന് എഴുതിയാൽ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് dy by dx എന്ന് പറയുന്നത് y by x എന്ന് എഴുതാം. So this is a differential equation. Sometimes അവർ ഡെറിവേറ്റീവിൻ്റെ ഭാഷയിൽ തരും, സംടൈംസ് ഡിഫറൻഷ്യൽസിൻ്റെ ഭാഷയിൽ തരും. dx എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് x, dy എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് y എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ അങ്ങനെ തന്നാലും അതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയുന്നതാണ് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ, എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. ഓർഡർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. സോ ഫോർ എക്സാമ്പിൾ ഹിയർ ഐ എം റൈറ്റിംഗ് a differential equation. So അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് വായിച്ചു പോകണം. The order of a differential equation is the order of the highest derivative occurring in the differential equation. നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്യാത്തത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതാണോ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ. ഫോർ എക്സാമ്പിൾ ഹിയർ ഐ എം റിട്ടൺ എ വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d square y by dx square plus dy by dx the whole cube equal to x square y അല്ലേ. സോ ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഏത് ഓർഡർ ആണ് വലുത്? സെക്കൻഡ്. ഓക്കെ, സോ ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് 2. So this is an easy case. Order can be defined for any differential equation. ഞാനപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, എന്താണ് ഈ മിസ് ഓർഡർ എല്ലാവർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു, അപ്പോൾ ഡിഗ്രിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചിന്തിക്കാം. ഉണ്ടല്ലോ. സോ ആദ്യം ഡിഗ്രിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻവോൾവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതുവരെ എല്ലാവരും വളരെ വ്യക്തമായിട്ട് തന്നെ പറയും ഹയസ്റ്റ് പവർ ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഏതാണോ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അതിൻ്റെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പവറാണ് ഡിഗ്രി ആയിട്ട് വരുന്നത്. But before defining the degree, we have to make sure that all the derivative of the differential equations are free from radical, fraction and composition. അതാണ് നിങ്ങൾ മനസ്സിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട സാധനം. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും നമുക്ക് ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്യണമെങ്കിൽ all the derivatives should be free from radicals, fraction and composition. ഞാൻ എക്സാമ്പിൾ പറയാം. ആദ്യം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. d square y by dx square plus dy by dx the whole raised to 4 plus
എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് സൈൻ എക്സ്. ഓക്കെ, ഇതിൻ്റെ ഓർഡർ പെട്ടെന്ന് നിങ്ങൾ പറയും. ഓർഡർ എന്താ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഓർഡർ 2. ഡിഗ്രി എന്താ? ഡിഗ്രി എന്ന് പറയുന്നത് ഇയാളുടെ പവർ. ഇയാളുടെ പവർ എന്താ? ഹയസ്റ്റ് പവർ ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഈ ഡെറിവേറ്റീവ്സ് എല്ലാം റാഡിക്കൽ ഫ്രീ ആണ്, ഫ്രാക്ഷൻ ഫ്രീ ആണ്, കോമ്പോസിഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് വി ക്യാൻ ഡിഫൈൻ ദ ഡിഗ്രി. ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. But when it comes to the second example, y is equal to x square dy by dx plus square root of 1 plus dy by dx the whole square. ഈ കേസിൽ ഓർഡർ എന്താ, ഡിഗ്രി എന്താന്ന് ഡിഫൈൻ ചെയ്യാമോ? ഓർഡർ ഒന്ന് വേഗം എല്ലാവരും കമൻ്റ് ഇട്ടേ. വേഗം ഓർഡർ എന്താണെന്ന് കമൻ്റ് ഇട്ടേ. കമൻ്റ് ചെയ്യാമോ? ഓക്കെ, ഫസ്റ്റ് ഓക്കെ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓർഡർ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവേ ഉള്ളൂ. ബട്ട് ഡിഗ്രി നമുക്ക് ചാടിക്കയറി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഡിഗ്രി ഇവിടെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ട്, നിങ്ങളത് ഓർത്തിരിക്കണം. ഓൾ ദ ഡെറിവേറ്റീവ് ഷുഡ് ബി ഫ്രീ ഫ്രം റാഡിക്കൽ, ഫ്രാക്ഷൻ ആൻഡ് കോമ്പോസിഷൻ. ഈ ഒരു ഡെറിവേറ്റീവ് റാഡിക്കലിനകത്തല്ലേ കിടക്കുന്നത്. സോ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ എന്ന് കരുതി ഡിഗ്രി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ നമ്മളതിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ എല്ലാ ഡെറിവേറ്റീവ്സിനെയും, ഇഫ് ഓൾ ദ ഡെറിവേറ്റീവ്സ് ആർ ഫ്രീ ഫ്രം റാഡിക്കൽ, ഫ്രാക്ഷൻ ആൻഡ് കോമ്പോസിഷൻ, വി ക്യാൻ ഡിഫൈൻ ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ വി ആർ ട്രൈയിങ് ടു എലിമിനേറ്റ് ദാറ്റ് radical present in the differential equation. So how to eliminate that radical? So it is a square root, അല്ലേ? So അപ്പോൾ സ്ക്വയർ ചെയ്താൽ മതി. ബട്ട് ഇങ്ങനെ ഇട്ട് സ്ക്വയർ ചെയ്തത് ഇവിടെ നമ്മൾ ടാക്ട്ഫുള്ളി ഡീൽ ചെയ്യണം. y മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ നമ്മൾക്ക് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഓൾ ദ ഡെറിവേറ്റീവ് ഷുഡ് ബി ഫ്രീ ഫ്രം radical sign. That is y minus x square into dy by dx the whole square is equal to 1 plus dy by dx the whole square എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് നമുക്ക് ഡിഗ്രി ഈസിലി ഡിഫൈൻ. ദാറ്റ് ഈസ് ഡിഗ്രി ഈസ് ഈക്വൽ ടു, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ദ പവർ 2, ഇവിടെ മാക്സിമം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാക്സിമം പവർ ഓഫ് dy by dx എന്ന് പറയുന്നത് 2 വരുള്ളൂ. സോ ദ ഡിഗ്രി ഈസ് ഈക്വൽ ടു 2. ഇതാണ് ഡിഗ്രി. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത കുറച്ച് എക്സാമ്പിളുകളിലേക്ക് പോവാം. സോ ആക്ച്വലി ഇറ്റ്സ് പ്രാക്ടീസ് സെഷൻ. സോ നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും ക്യാൻ യു പ്ലീസ് കമൻറ്റ്? വേഗം കമൻറ്റ് ചെയ്തേ നിങ്ങൾ ഓർഡർ ഡിഗ്രി ഓഫ് ദ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. സോ വേഗം കമൻറ്റ് ചെയ്തേ. 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് the whole raised to 2 by 3 equal to 4 into d cube y by dx cube. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് order can be identified. That means order is defined for all the differential equation and it can be identified directly from the differential equation. Which is the highest order derivative present in the differential equation? It is the third order, so order is equal to 3. Okay, degree of order 3. Comment വരുന്നുണ്ട്. Okay, ഓർഡർ 3 ആണെന്ന് കമൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഡിഗ്രിയും കൂടി ഡിഫൈൻ ചെയ്യാമോ? ഡിഗ്രി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എല്ലാ ഡെറിവേറ്റീവും റാഡിക്കൽ ഫ്രീ ആണോ നോക്കണം, ഫ്രാക്ഷൻ ഫ്രീ ആണോ നോക്കണം, കോമ്പോസിഷൻ ഫ്രീ ആണോ നോക്കണം. ഇവിടെ ഫ്രാക്ഷനും കോമ്പോസിഷനും ഒന്നും വരുന്നില്ല. ബട്ട് ഈ ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് ഒരു റാഡിക്കലിൻ്റെ അകത്താണ് കിടക്കുന്നത്. 2/3 ക്യൂബ് റൂട്ടിനകത്താണ് കിടക്കുന്നത്. സോ ദാറ്റ് വി ഹാവ് ടു എലിമിനേറ്റ്. യു നോ ഹൗ ടു എലിമിനേറ്റ് ദ ക്യൂബ് റൂട്ട് ഓഫ് എ ഫംഗ്ഷൻ, അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഹൗ ടു എലിമിനേറ്റ്? സോ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ക്യൂബ് ചെയ്യുക. സോ 1 plus dy by dx the whole cube raised to 2 is equal to 4 into d cube y by dx cube the whole cube എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. രണ്ട് സൈഡിലും ക്യൂബ് ചെയ്യുമ്പോൾ now all the derivatives are free from radical sign. So we can define easily the degree of the differential equation. What is the degree of the differential equation? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് പവർ. സോ ഇവിടെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ് ഹയസ്റ്റ് ഓർഡർ, അതിൻ്റെ പവർ 3. സോ ദ ഡിഗ്രി ഈസ് ഈക്വൽ ടു 3, ഓർഡർ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, 2-3 പേരൊക്കെ 2-3 അല്ല അതിൽ കൂടുതൽ പേര് ഡിഗ്രി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡറും ഡിഗ്രിയും 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്.
സോ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വേഗം ചെയ്യും. സോ ഈ കമ്മിങ് ടു ദ സെക്കൻഡ് എക്സാമ്പിൾ, ഈ സെക്കൻഡ് എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും എങ്ങനെ കണ്ടുപിടിക്കാം. സോ ഇവിടെ ആക്ച്വലി പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഓർഡർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്, ആസ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈസ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ. പക്ഷേ ഇവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈ ഡി ക്യൂ വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലാ ഡെറിവേറ്റീവ്സും റാഡിക്കൽ ഫ്രീ, ഫ്രാക്ഷൻ ഫ്രീ, കോമ്പോസിഷൻ ഫ്രീ ആയിരിക്കണം. ഈ ഡെറിവേറ്റീവ് ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അതുണ്ടാകാൻ പാടില്ല ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡിഗ്രി ഡിഫൈൻ ചെയ്യണമെങ്കിൽ. സോ വി ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ് fraction of derivative. So എന്ത് ചെയ്യണം, you just multiply throughout the differential equation with dqy by dx cube. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പ്രഷൻ ഒന്നും എഴുതിയ സമയം കളയണ്ട. ത്രൂ ഔട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് dqy by dx ക്യൂബിൻ്റെ പവറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പവർ എന്താവും, the whole raised to 2 ആകും. So multiplication with dqy by dx cube will bring the power of this expression into 2. So order is equal to 2 ഉം degree is equal to 2. Okay. Order is equal to 3, sorry, order is equal to 3, degree is equal to 2. Okay. പിന്നെ ഒരു പ്രത്യേകതരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു വർഷം നമ്മുടെ JEE എക്സാമിന് ചോദിച്ചതാണ്. സോ ഇതാണ് കൺസെപ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, കാൽക്കുലസിൻ്റെ കൺസെപ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇഫ് എം ഇസ് ദ ഓർഡർ ആൻഡ് എൻ ഇസ് ദ ഡിഗ്രി ദെൻ വാട്ട് ഇസ് എം പ്ലസ് എൻ, അങ്ങനെ ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചത്. സോ ഇത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു എക്സ്പ്രഷനാണ്, ബട്ട് അതൊരു ഇൻഡയറക്റ്റ് വേയിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത് തന്നെയാണ് JEE മെയിൻസ് എന്ന് പറയുന്ന ആ എക്സാമിൻ്റെ പ്രത്യേകതയും. ഒന്ന് വളഞ്ഞ് ചുറ്റിപ്പിടിക്കും, കൺസെപ്റ്റ് ഒന്ന് ഇറങ്ങി ചോദിക്കും. ഓക്കെ, ബട്ട് ഇറ്റ് ഇസ് വെരി ഈസി. സോ ക്യാൻ എനിബഡി എൽസ് സേ വിച്ച് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദിസ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ? ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നാണ് അവർ പറയുന്നത്. സോ എക്സാക്ട്ലി e റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ ആണ്. കമൻറ്റ് ചെയ്തു, വെരി ഗുഡ്. സി ഈ ഡി വൈ ബൈ ഡി എക്സിനെ നിങ്ങളൊരു എക്സ് ആയിട്ട് ചിന്തിച്ചാൽ ഇതെന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ x cube by 3 factorial plus etc. Infinite expansion in series ആണ്. So it's corresponding to the expansion of e raised to x അല്ലേ. So e raised to x ൻ്റെ expansion ആണ് ഈ കിടക്കുന്നത്. But x ൻ്റെ പ്ലേസിൽ ഇവിടെ ആര് വരും, dy by dx വരും. So this can be written as y is equal to e raised to dy by dx. സോ ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും ഡിഫൈൻ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. ഓർഡർ 1 ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ഈയുടെ പവറിൽ കോമ്പോസിഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കോമ്പോസിഷൻ മാറ്റണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ മതി. സോ ലോഗ് y is equal to dy by dx. So this is the differential equation corresponding to the given expansion, given series. So ഇതിൻ്റെ ഓർഡർ is equal to ഡിഗ്രി is equal to എന്തായിട്ട് വരും, 1. ഇതാണ് ഒരു പ്രത്യേകതരം ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ജെയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഇത്രയും ടൈപ്പൊക്കെയാണ്. ഫ്രാക്ഷൻ എലിമിനേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, കോമ്പോസിഷൻ മാറ്റി ഡിഗ്രി ഡിഫൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണ് മേജറായിട്ട് ഓർഡർ ഡിഗ്രിയിൽ മാറി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. സോ ഇത്രയാണ് ഓർഡർ ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് എന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. സോ ഈ ഒരു ടൈപ്പും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നു ഇത് NCERT ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ NCERT നന്നായി നോക്കി പോകണം. സൈൻ ഓഫ് dy by dx ഈക്വൽ ടു d സ്ക്വയർ y by dx സ്ക്വയർ പ്ലസ് x പ്ലസ് y. ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും ഡിഫൈൻ ചെയ്യാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ക്യാൻ ബി ഈസിലി ഡിഫൈൻഡ് അല്ലേ, പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സോ ഓർഡർ ഇസ് ഈക്വൽ ടു 2. ബട്ട് ഡിഗ്രി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിഗ്രി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എല്ലാ ഡെറിവേറ്റീവിനും കോമ്പോസിഷൻ ഫ്രീ ആണോ എന്ന് നോക്കണം. സി ഈ dy by dx നിൽക്കുന്നത് സൈനിൻ്റെ കൂടെയാണ്. ദർ ഇസ് എ കോമ്പോസിഷൻ വിത്ത് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലേ. സോ ദ ഡെറിവേറ്റീവ് ഹാവിംഗ് കോമ്പോസിഷൻ വിത്ത് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സോ ടു ഡിഫൈൻ ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ് കോമ്പോസിഷൻ. ഇല്ല എന്ന ഡിഗ്രി ഇല്ലെന്ന് നമ്മൾ പറയില്ല, വി ആർ ട്രൈങ് ടു എലിമിനേറ്റ്. ആൻഡ് അവിടെ പരാജയപ്പെട്ടാൽ മാത്രമേ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നുള്ളൊരു വേർഡ് അവിടെ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ കോമ്പോസിഷൻ മാറ്റാൻ ശ്രമിക്കും. ഈ dy by dxൻ്റെ അടുത്തുനിന്ന് സൈനെ അങ്ങോട്ട് മാറ്റുമ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞ് ഈ എക്സ്പ്രഷൻ കയറി വരും. But again, one derivative will be inside with that sign inverse. That means there is composition. So, ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് പറയും? There is, in this case, we cannot define degree. Degree is not defined എന്നാണ് നമ്മളിവിടെ പറയുന്നത്. Degree not defined. So, this is the degree not defined എന്നുള്ളതിനുള്ള എക്സാമ്പിൾ ആണിത്. ഓക്കെ, സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡിഫൈൻ ദ ഡിഗ്രി. സി സൈൻ ഓഫ് dy by dx, ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെങ്കിൽ. സോ dy by dxൻ്റെ കോമ്പോസിഷൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ് വരുന്നത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കൂട്ടത്തിൽ നമുക്ക്
കോമ്പോസിഷൻ വന്നെന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. ബട്ട് അവിടെ എന്ത് വരാൻ പാടില്ല? ഡെറിവേറ്റീവിൻ്റെ കൂട്ടത്തിൽ മാത്രം എന്ത് വരാൻ പാടില്ല? കോമ്പോസിഷൻ വരാൻ പാടില്ല. സോ ഈ കേസിൽ ഓർഡർ is equal to 1, degree is equal to 1. Okay, so that is the case. So we are moving to the next important concept, that is solving of differential equation. ഇതാണ് നിങ്ങളുടെ കോർ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർ യു റെഡി? സോ എല്ലാവരും തരുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി പോകണം കേട്ടോ. ഇറ്റ്സ് എ വെരി സിമ്പിൾ കൺസെപ്റ്റ്, ബട്ട് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ആ ബേസിക് കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ വർക്കൗട്ട് ബുദ്ധിമുട്ടാവും. ബട്ട് ആ ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡിയാസും ഉണ്ടെങ്കിൽ ക്വസ്റ്റിൻ്റെ വർക്കൗട്ട് ഇസ് വെരി വെരി ഈസി. അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത. ചെറിയ തിയറിയാണ്, ബട്ട് അത് നന്നായി അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? വെറുതെ ഒരു ഇക്വേഷൻ വന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വി ആർ ഫൈൻഡിങ് ദ അൺനോൺ വാല്യൂ, അല്ലെ, സാറ്റിസ്ഫൈങ് ദാറ്റ് പെർട്ടിക്കുലർ ഇക്വേഷൻ. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വാല്യൂ ഇട്ടുള്ള കളിയൊന്നുമല്ല, ഫംഗ്ഷൻ ഇട്ടുള്ള കളിയാണ്, അല്ലേ? സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ആക്ച്വൽ ഫംഗ്ഷൻ കറസ്പോണ്ടിങ്, ഐ മീൻ സാറ്റിസ്ഫൈയിങ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ഞാൻ അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആരോ ഇൻഡിക്കേഷൻ ഇട്ട് എഴുതിയിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ ബി പ്രൊവൈഡഡ് പ്രോസസ് ഓഫ് ഫൈൻഡിങ് y is equal to കർവ് മീൻസ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ y is equal to f of x. ഓക്കെ, കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇൻ്റഗ്രേഷൻ വഴിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. The process of finding the curve satisfying the differential equation is called solving. പക്ഷേ രണ്ടാമത് എഴുതിയിരിക്കുന്ന പോയിന്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. The curve obtains so called solution of differential equation. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ പോയിന്റ് ആണ്. The solution of the differential equation is always represent a family of curves എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താ? നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫാമിലി ഓഫ് കർവ്സ് ആണ്. അതിൻ്റെ റീസൺ അവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിൻസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ ബി ഓഫ് ദ ഫോം y is equal to f of x plus c ആണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വാലായിട്ട് കയറി വരും. ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മീൻസ് ദാറ്റ് c is an arbitrary constant, it can take any values എന്നാണ് പറയുന്നത്, അല്ലേ? സപ്പോസ് നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് y is equal to x square plus c ആണെങ്കിൽ ഈ സിയുടെ വാല്യൂ മാറ്റി ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് c0 ആണെങ്കിൽ ഈ കർവ് കിട്ടും, c1 ആണെങ്കിൽ ഈ കർവ് കിട്ടും. ഇങ്ങനെ ഒരു ഫാമിലി ഓഫ് പരാബോള കിട്ടും. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫാമിലി ഓഫ് കർവ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു പേരും കൂടി വിളിക്കും. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് ഇൻറ്റഗ്രൽ കർവ്സ് ഓർ പ്രിമിറ്റീവ് എന്നും പറയാറുണ്ട്. അപ്പോൾ ചില കേസിൽ ചിലപ്പോൾ ഫൈൻഡ് ദ പ്രിമിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. There are two types of solution to a differential equation. ഇത് നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജനറൽ സൊല്യൂഷൻ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡയറക്ട്ലി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിയോട് കൂടിയാണ് സൊല്യൂഷൻ കിട്ടുന്നത്. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, സോ ജനറൽ സൊല്യൂഷനിൽ നിന്നും ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് സിയുടെ വാല്യൂ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ, ഇവിടെ y is equal to x square plus c എന്ന് കിട്ടിയാൽ c0 ആകുമ്പോൾ സൊല്യൂഷൻ എന്താ? y is equal to x square. That is the particular solution of the curve y is equal to x square plus c. ഓക്കെ, സോ സിക്ക് പ്രത്യേക വാല്യൂ അസൈൻ ചെയ്ത് ജനറൽ സൊല്യൂഷനിൽ നിന്നും കിട്ടുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് particular solution. വളരെ വ്യക്തമായിട്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടത്. The solution obtained by giving particular values to the arbitrary constant in the general solution is called particular solution. Okay, so these are the concept under the solving of differential equation. എന്താണ് സോൾവിങ്, എന്നിട്ട് എത്ര ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷനെ വിളിക്കുന്ന പേര് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഈ സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കർവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ്, അല്ലേ? അപ്പോൾ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കർവിനെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പിനെയും നമുക്ക് ഡയറക്റ്റ്ലി ചാടി കയറി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സം സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി ഇൻ്റഗ്രബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ബിക്കോസ് ചില ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ, അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സം സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദി differential equations can be integrable.
such standard form of differential equation can have solution. ആ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് പഠിക്കാനുള്ള 2-3 സ്റ്റാൻഡേർഡ് ഫോം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആൻഡ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവരെല്ലാം തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് ഇവന്മാരെ കീറി മുറിച്ച് പഠിക്കലാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പോൾ 3 കാറ്റഗറി: വേരിയബിൾ സെപ്പറബിൾ ഫോം, ഹോമോജീനിയസ് ആൻഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, number 1, variable separable form. Can anybody else say what is variable separable form? നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. പറയാമോ എന്താണ് ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എൻ്റെ മക്കളെ വേഗം പറഞ്ഞേ, എന്താണ് വേരിയബിൾ സെപ്പറബിൾ ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ലെറ്റ് ഇറ്റ് ബി ഇൻട്രാക്റ്റീവ് കേട്ടോ. നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ക്ലാസ് എടുക്കാം. ബിക്കോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പഠിപ്പിക്കുന്ന സമയത്ത്. ഞാൻ ചാറ്റ് മാക്സിമം നോക്കി പോവാം കേട്ടോ. സോ വേരിയബിൾ സെപ്പറബിൾ ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ NCERT-യിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എക്സ് ആൻഡ് വൈ ടേംസ് ക്യാൻ ബി സെപ്പറേറ്റഡ്. ഓക്കെ, വെരി ഗുഡ്. ആ പേര് തന്നെ ഉണ്ടല്ലോ, വേരിയബിൾ സെപ്പറബിൾ ഫോം. ദ വേരിയബിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് അല്ലേ? ആ പേര് തന്നെ നമുക്കുള്ള ക്ലൂ കിടപ്പുണ്ട്. ദ വേരിയബിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ്. സോ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിൻ്റെ 3 ഫോംസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. എങ്ങനെയൊക്കെയാണ് ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം കണ്ടുവരുന്നത്, ക്വസ്റ്റ്യൻസിൽ എങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്കെല്ലാം ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ളൂ. സോ അത് എടുത്ത് പറയണ്ട, ബിക്കോസ് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നിങ്ങളുടെ സിലബസിൽ സോൾവ് ചെയ്യാനുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കിട്ടുന്ന എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും dy/dx എന്ന് പറയുന്ന ടേമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ കമ്മിങ് ടു ദ ടൈപ്പ് 1 ഓഫ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, സോ ഇതിന് പല ഫോമുകളുണ്ട്. ഞാൻ എല്ലാ ഫോമും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് the differential equation of the form dy/dx equal to f of x എന്നുള്ള ഫോമാണ്. ഓക്കെ, സോ dy/dx equal to f of x. dy/dx equal to f of x ആണെങ്കിൽ ഈ f of x എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് x അല്ലേ? വേരിയബിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതാത് ഫംഗ്ഷൻസിനെ അതാത് ഡിഫറൻഷ്യൽസിൻ്റെ അടുത്തേക്ക് ആക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ കിടക്കുന്ന ആ ഫോമിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ചെറിയൊരു ഭാഷയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് എന്ത് കിടക്കണം? ഫംഗ്ഷൻ പെർട്ടിക്കുലർ ഫോം കടന്നാൽ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് കടന്നാൽ ആ ഫോമിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഫംഗ്ഷൻ്റെ കൂടെ dx വരാൻ പാടുള്ളൂ, വൈ ഫംഗ്ഷൻ്റെ കൂടെ dy വരാവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സോ ആ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനെയാണ് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. സോ 3 കാറ്റഗറി ഉണ്ട്. dy/dx equal to f of x എന്ന് പറഞ്ഞാൽ ഈ f of xൻ്റെ കൂടെ ആരെ ഉണ്ടാവാൻ പാടുള്ളൂ? dx ഉണ്ടാവാൻ പാടുള്ളൂ. സോ ഇങ്ങനെ വന്നാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. y ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് സി ആയിട്ടായിരിക്കും കിട്ടുന്നത്. വേറെ രീതിയിലും കൊടുക്കാം, ദാറ്റ് ഇസ് ടൈപ്പ് 2 ആണ്. dy/dx ഈക്വൽ ടു ഇങ്ങനെയും വരാമല്ലോ. എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് വൈ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഇസ് dy-യുടെ കൂടെ ഫംഗ്ഷൻ ഓഫ് വൈ ഉണ്ടാകാൻ പാടുള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു dx. ഇതും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനാണ് കിടക്കുന്നത്. dy വിത്ത് ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് 1 വിത്ത് dx. സോ ബോത്ത് functions can be integrable അല്ലേ? on the left hand side and right hand side can be easily integrable. okay, so അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഇത് log of mod f of x f of y എന്നായിരിക്കും വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ടൈപ്പ് 3 കിടപ്പുണ്ട്. ടൈപ്പ് 3യിൽ അവർ പറയുന്നത് ഇഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം എഫ് എക്സ് ഇൻറ്റു dx dy ഇൻറ്റു dy ഒരുമിച്ച് വരുവാണ്. സി dy/dx equal to
fx by g of y എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കാം. g of y-നെ ഡിവൈഡ് അടുത്തേക്ക് കൊണ്ടുവരിക, f of x-ന്റെ അടുത്തേക്ക് dx-നെ കൊണ്ടുവരിക. സോ അതാത് ഫംഗ്ഷൻസ് അതാത് ഡിഫറൻഷ്യൽസിൻ്റെ കൂടെ ഇറ്റ് ക്യാൻ ബി ഈസിലി ഇൻറ്റഗ്രബിൾ. സോ യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു 3 ഫോമുകളിലായിട്ടൊക്കെയാണ് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുവരുന്നത്. സോ ഞാനൊരു പെട്ടെന്നൊരു എക്സാമ്പിൾ ഇട്ട് കാണിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ആക്ച്വലി ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ്റെ എക്സ്പോഷേഴ്സ് വഴിയേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫോമും ഇത് വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ആ ഒരു കാപ്പബിലിറ്റി, ഹൗ ടു ഡു ദാറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് എന്നുള്ളൊരു കാപ്പബിലിറ്റി അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് ഞാൻ പക്ക ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് തന്നെ പറയും. സോ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 10 വർഷത്തെ ചെയ്താൽ ഒന്നും നോക്കണ്ട, എന്താ പറയുക കൺസെപ്റ്റ് വിൽ ബി മോർ ക്ലിയർ, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് PYQ-നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഈ dy/dx പ്ലസ് √1 - y² ഡിവൈഡഡ് ബൈ 1 - x² = 0. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. dy/dx is equal to minus √1 - y² by √1 - x² എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ ദ വേരിയബിൾസ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ്. ദാറ്റ് മീൻസ് ഈ dx കിടക്കേണ്ടത് x ഫംഗ്ഷൻ്റെ കൂടെയാണ്, dy-യുടെ കൂടെ കിടക്കുന്നത് y ഫംഗ്ഷൻ ആയിരിക്കണം. സോ dy ഡിവൈഡഡ് ബൈ √1 - y² ഈക്വൽ ടു മൈനസ് dx ബൈ √1 - x². സി ചിൽഡ്രൻ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ വേരിയബിൾസ് ആർ സെപ്പറേറ്റഡ്. വേരിയബിൾസ് സെപ്പറേറ്റഡ് ആയി. വേരിയബിൾസ് സെപ്പറേറ്റഡ് ഇൻ ദ സെൻസ് അതാത് ഫംഗ്ഷൻസ് അതാത് ഡിഫറൻഷ്യൽസിൻ്റെ കൂടെ. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഇൻറ്റഗ്രബിൾ. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനാണ് കിടക്കുന്നത്. സച്ച് ഫോമിനെയാണ് നമ്മൾ പറയുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോം. സോ വാട്ട് വിൽ ബി ദ ഇൻറ്റഗ്രൽ? ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽ. യു നോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് y വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓൾറെഡി ഇവിടെ ഒരെണ്ണമുണ്ട്, minus sin inverse of x plus c. After integration we must put the constant of integration അല്ലേ. So that is the rule, നിങ്ങൾക്കറിയാം. So sin inverse of y ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം sin inverse of x plus sin inverse of y is equal to c എന്ന് എഴുതാം. ഈ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേകതയുണ്ട്. JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കും കിടക്കുന്നത്. അതായത് നിങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ പരീക്ഷിക്കുന്ന തരത്തിലായിരിക്കും ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഡയറക്റ്റ്ലി എപ്പോഴും ഓപ്ഷൻ ഉണ്ടെന്ന് നിർബന്ധം പിടിക്കരുത്. അതിൻ്റെ ഒരു ഈക്വലൻ്റ് ഫോമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആൻസർ കിടക്കുന്നത്. ചാടിക്കറി ഇല്ലെന്നൊന്നും തീരുമാനിക്കരുത്, ജസ്റ്റ് ഒന്ന് നോക്കണം. ചിലപ്പോൾ നമുക്ക് ലോഗിൽ ആൻസർ കിട്ടും, ലോഗിൽ ഒരു ഓപ്ഷനും കാണില്ല, ഈയുടെ പവറിലൊക്കെ ആയിരിക്കും ആൻസർ കിടക്കുന്നത്. അപ്പോൾ ഒരു ഈക്വലൻ്റ് ഫോം വിൽ ബി ദെയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ആൻസർ കിട്ടിയിട്ട് ഓപ്ഷനിലൊന്ന് നോക്കണം. ഓപ്ഷനിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. ഓക്കെ, so the option will lead how to simplify the functions obtained എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു c എന്ന് വേണമെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ബട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ, ചാപ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ വേറൊരു ട്വിസ്റ്റിംഗ് ഫോമിൽ ഓപ്ഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയായിരുന്നു ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ കിടന്നിരുന്നത്. ജസ്റ്റ് ഞാൻ പറയാം, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് y എന്ന് പറയുന്ന ഒരു ഫോമുല നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് x ഇൻറ്റു √1 - y² പ്ലസ് y ഇൻറ്റു √1 - x² ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഫോമുലയാണ്. ഇറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ് ഓഫ് x √1 - y² പ്ലസ് y √1 - x² ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് c ഓൾറെഡി ഉണ്ട്. സോ ദിസ് ഇസ് ദ ഡയറക്റ്റ് ഫോമുല. സോ അതുകൊണ്ട് ഈ ഒരു ടേംസിലായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാൻ ചാൻസ്. അപ്പോൾ വേണമെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സിനെ അപ്പുറത്തേക്ക് എടുത്താൽ നമുക്കിതിനെ x √1 - y² പ്ലസ് y √1 - x² ഇസ് ഈക്വൽ ടു സൈൻ c എന്ന് എഴുതുന്നുണ്ട്, തെറ്റില്ല. സൈൻ സി എന്ന് പറയുന്ന ഉറപ്പായിട്ട് ഒരു വാല്യൂ ആയിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ കിടക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനൊരു ഫോമിലായിരിക്കും. x ഇൻറ്റു √1 - y² പ്ലസ് y ഇൻറ്റു √1 - x² ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് എന്നേ നമ്മൾ വാശി പിടിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് k ഡാഷെന്നോ അല്ലെങ്കിൽ c ഡാഷെന്നോ അല്ലെങ്കിൽ k എന്നോ ഒക്കെ ആയിരിക്കും. c തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റില്ല, ഒരു കോൺസ്റ്റൻറ്റ് എന്നുള്ള മീനിങ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ദ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദ ആൻസർ ഒബ്ടൈൻഡ് കിടക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ മാക്സിമം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഏറ്റവും മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? വാസ് ഇറ്റ് ഫൈൻ? സോ ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻ്റ് ഒക്കെ പറഞ്ഞാൽ എന്താ പറയുക, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഒരു ഉഷാറായിരിക്കും കേട്ടോ. സോ ആക്ച്വലി ഒരു ഇൻട്രാക്റ്റീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൻ്റെ ഒരു ഫോം. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. സോൾവ്
സ്മോൾ dy by dx ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഞാനിതൊരു പ്രത്യേക ഹെഡിങ്ങിൻ്റെ താഴെയാണ് എഴുതിയിരിക്കുന്നത്. സോ അതിനൊരു റീസൺ ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ തിയറി പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം തരുന്നതിലും എത്രയോ ബെറ്ററാണ് ഈ പ്രോബ്ലം തന്നിട്ട് ഇതിൻ്റെ തിയറി പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ചില കേസുകളിൽ ആ ഒരു റിവേഴ്സ് മാനർ വിൽ മോർ എഫക്റ്റീവ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് തിയറി പഠിപ്പിക്കലാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ ഫോം പഠിച്ചു. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. കോസ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ അങ്ങോട്ട് കൊടുക്കും. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. എന്നിട്ട് ഡിവൈഡ് അടുത്തേക്ക് വൈ ടേമിന് സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ബുദ്ധിമുട്ടാണ്. എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഡി എക്സിൻ്റെ അടുത്തേക്ക് എക്സ് ടേമിനെയും കൊണ്ടുവരാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഹിയർ വി കനോട്ട് സെപ്പറേറ്റ് ദ വേരിയബിൾസ്. നമ്മൾ പ്രോബ്ലം സ്റ്റക്ക് ആവും. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോം. ഏത് ടേം ആണോ നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ആ ടേമിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ കോസ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്തതിനെ വേഗം ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. വെറും കോസ് വൈ ആയിരുന്നെങ്കിലും പ്രശ്നമില്ല. ഡി വൈയുടെ അടുത്തേക്ക് കോസ് വൈനെ കൊണ്ടുവന്നാൽ മതി. ഇവിടെ രണ്ടും കൂടി മിക്സായി വന്നതാണ് പ്രശ്നം വന്നത്. സോ ആ മിക്സിനെ തന്നെ മിക്സ് ചെയ്ത് കിടക്കുന്നതാണ് പ്രശ്നം. സോ ആ മിക്സിനെ തന്നെ എന്താണോ പ്രശ്നം അതിനെ എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി കൊടുത്തു. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ നീറ്റ് കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നുകൂടി പറയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്? ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്തതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മനുഷ്യന്മാർക്ക് ധാരാളം കഴിവുകളുണ്ട് അല്ലേ? ഇപ്പോൾ കമ്പ്യൂട്ടർ മനുഷ്യന്മാരെക്കാട്ടി സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഒരു മനുഷ്യൻ്റെ തലയാണ്. അത് നിങ്ങൾ ആലോചിക്കണം. സോ അതുകൊണ്ട് തന്നെ എല്ലാ സയൻസിൻ്റെ പുറകിലും മനുഷ്യന്മാർ തന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് പഠിച്ചാൽ ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ കിട്ടുമോ കിട്ടില്ല അങ്ങനെ ഒരിക്കലും രണ്ട് മൈൻഡ് ഒരിക്കലും പാടില്ല. എനിക്ക് കിട്ടും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പ്രോബ്ലം. സോ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞാലും ഇനി അങ്ങോട്ട് മൊത്തം നിങ്ങളുടെ തലയിൽ ഇരിക്കേണ്ട സാധനമാണിത്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മൾ വന്ന വഴി ദേ ഈ വഴിയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? സോ ഇവനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി എന്ന് കൊടുത്തത്. ഇവിടെ ബുദ്ധിമുട്ടായി, നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവനെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നതേ ഉള്ളൂ. സോ വന്ന വഴി മറക്കരുത്. സോ ഇവനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാക്കി എടുക്കണം. സോ വൈ ഡിപ്പെൻഡൻറ്റും എക്സ് ഇൻഡിപെൻഡൻറ്റും ആണ്. ഡിഫറൻസിയേഷൻ ഈസ് ഓൾവേസ് പ്രൊസീഡിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്രസൻറ്റ് ഇൻ ദ ഡെറിവേറ്റീവ്. സോ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, സിൻസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് എക്സ് ഹിയർ. ഓക്കെ, സോ അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1. ഇറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി ടി ബൈ ഡി എക്സ്. ഇതിനകത്ത് നിന്ന് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? ഡി ടി ബൈ ഡി എക്സ് മൈനസ് 1. കണ്ടോ? അപ്പോൾ നമുക്ക് ആക്ച്വൽ ഇക്വേഷൻ ഇടാനുള്ള സാധനം ഇവിടെ നിന്ന് റെഡിയായി. സോ ഇവനെ നേരെ കൊണ്ടുവന്ന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ഇറ്റ് വിൽ റെഡ്യൂസ് ടു ദ ഫോം ഡി ടി ബൈ ഡി എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു cos of t. ആ ബുദ്ധിമുട്ടുള്ള സാധനത്തിനെ മാറ്റി നമ്മൾ t ആക്കി. ഓക്കെ, സോ dt by dx is equal to 1 plus cos t. Okay, this is completely function of t. So we can easily bring the term under dt. dt യുടെ അടുത്തേക്ക് ഇവനെ കൊണ്ടുവരാം. dt by 1 plus cos t which is equal to dx. Now it reduce to the variable separable form. ഇവിടെയാണ് നമ്മളെ ഹെഡിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. എൻ്റെ ഹെഡിങ് എന്തായിരുന്നു? ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം. ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ഡയറക്ട്ലി ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം, ബട്ട് ദ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ റെഡ്യൂസ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു എന്തെന്ന് പറയാം? വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കൈ കിട്ടിയ സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വേഗം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഡി ടി ബൈ 1 പ്ലസ് കോസ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ്. സോ എന്ത് വരും? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് ടി എന്ന് പറയുന്നത് ട്രിഗണോമെട്രി പഠിക്കുന്ന നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
1 പ്ലസ് കോസ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 കോസ് സ്ക്വയർ ടി ബൈ 2 ആൻഡ് 1 മൈനസ് കോസ് ടി എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ ടി ബൈ 2. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ആസ് ഡി ടി ബൈ 2 കോസ് സ്ക്വയർ ടി ബൈ 2 ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ്. സോ 1/2 ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 6 സ്ക്വയർ ടി ബൈ 2 ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ്. രണ്ട് സൈഡിലെ ഇൻ്റഗ്രലും സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. ഈസിലി വി ക്യാൻ ഇൻ്റഗ്രേറ്റ്. വാട്ട് വിൽ ബി ദ ഫംഗ്ഷൻ ഒബ്ടൈൻഡ് ആഫ്റ്റർ ദ ഇൻ്റഗ്രേഷൻ? 6 സ്ക്വയർ എക്സ്. ഇൻ്റഗ്രൽ 6 സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് tan x ആണ്. സോ ദാറ്റ് ഈസ് tan t ബൈ 2 ഡിവൈഡഡ് ബൈ, ഇവിടെ കോമ്പോസിഷൻ വരും, ഫംഗ്ഷൻ ആണ്. സോ അതുകൊണ്ട് t ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് സി. 1/2 കട്ട് ചെയ്യും. tan t ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഈ ടി എന്ന് പറയുന്ന സാധനം നമ്മൾ കൊണ്ടുവന്നതാണ്. സോ നമ്മളായിട്ട് കൊണ്ടുവന്നത് നമ്മളായിട്ട് തന്നെ കളയണം. ബിക്കോസ് നമുക്ക് കാര്യം നടക്കാൻ വേണ്ടി കൊണ്ടുവന്നാളാണ് ടി. അപ്പോൾ കാര്യം നടന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്തു, ആൻസർ കിട്ടി. ടി ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് എക്സ് പ്ലസ് വൈ. ഓക്കെ, സോ tan ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ടി ബൈ 2 അല്ലേ ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സിംപ്ലിഫൈഡ് വേർഷൻ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. tan of x plus y by 2 equal to x plus c ആണെങ്കിൽ x plus y by 2 is equal to നിങ്ങൾക്ക് tan inverse of x plus c എന്ന് എഴുതാൻ പറ്റും. So which implies x plus y is equal to 2 tan inverse of x plus c എന്ന് എഴുതാൻ പറ്റും. Therefore y is equal to 2 tan inverse of x plus c മൈനസ് എക്സ്. സോ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഫോം y is equal to f of x. ഇതാണല്ലോ എപ്പോഴും സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത്. y should be obtained as ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടേംസിൽ ഫംഗ്ഷൻ കിട്ടുന്നതിനെയാണ് സൊല്യൂഷൻ കർവ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെയാണ് മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോമിൽ ആൻസർ കിട്ടുന്നത്. ചിലപ്പോൾ ഡയറക്റ്റ് ഈ ഓപ്ഷൻസ് തന്നെ കാണാം, ചിലപ്പോൾ സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതിൻ്റെ തിയറിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്, if a differential equation of the form dy by dx is equal to f of ex plus by plus c ആണെങ്കിൽ we will do the problem with the help of a proper substitution. ax plus by plus c നെ നമ്മൾ t എന്ന് കൊടുക്കും. ഓക്കെ, സോ ആ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ റെഡ്യൂസ് ഇറ്റ് ഇൻ ടു എന്തിലേക്ക്? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം. എങ്ങനെ ഇരിക്കണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy by dx ഈക്വൽ ടു എഫ് ഓഫ് ax പ്ലസ് by പ്ലസ് c. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ തിയറി അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ രണ്ട് കാറ്റഗറിയാണ് പഠിക്കാനുള്ളത്, ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചും പിന്നെ റെഡ്യൂസിബിളും. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഈസ് ഓവർ. ഓക്കെ, ഫസ്റ്റ് തിയറി ഈസ് ഓവർ. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടി പഠിക്കാനുള്ളൂ, ഹോമോജീനിയസും ലീനിയറും. ഓക്കെ, സോ അപ്പോൾ ഹോമോജീനിയസിലേക്ക് വരാം. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെഫിനീഷൻ നോക്കി. an equation in x and y is said to be homogeneous if it can be put it in the form dy by dx equal to f of xy by g of xy, where f of xy, g of xy are homogeneous function of xy of the same degree. ഇവിടെ വരെ വായിക്കുക, ബാക്കി നമുക്ക് പിന്നെ പറയാം. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് dy by dx ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബൈ ജി ഓഫ് എക്സ് വൈ. ഇവർ പറയുന്നത് എഫ് ആൻഡ് ജി ആർ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ബോത്ത് ആർ ഹോമോജീനിയസ് ഫങ്ഷൻ ഓഫ് സെയിം ഡിഗ്രി എന്നാണ് പറയുന്നത്. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തരാം. ഒരു ഫംഗ്ഷൻ കണ്ടാൽ എങ്ങനെ ഹോമോജീനിയസ് ആണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ. ഇതിൻ്റെ പുറകിലുള്ള വലിയ തിയറിയിലേക്കൊന്നും നമ്മൾ പോയി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തണ്ട. ഒരു ഫംഗ്ഷൻ തന്നാൽ അത് ഹോമോജീനിയസ് ആണോ അല്ലയോ എന്നറിഞ്ഞാൽ അതിൻ്റെ സോൾവിങ് മെത്തേഡ് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. സോൾവിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി തന്നെയുണ്ട്. ആ സ്ട്രാറ്റജി വഴി അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രാറ്റജി അറിയാം. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ അത് ഹോമോജീനിയസ് ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിവ്. ഓക്കെ, സോ അത് ഞാൻ നിങ്ങൾക്കൊരു രണ്ട് ഷോർട്ട് കട്ടുകൾ പറഞ്ഞുതരാം, ഓർത്തിരിക്കണം. ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുകയാണ്, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2xy. വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ വൈ. ഈ ആദ്യത്തെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? എക്സ് സ്ക്വയർ ടേം വൈ സ്ക്വയർ ടേം രണ്ടിൻ്റെയും ഇടയ്ക്കൊരു പ്ലസ് സൈൻ.
അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൻ്റെ മൊത്തം ഡിഗ്രീനെ രണ്ട് പവറും സെയിം ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ന്യൂമറേറ്റർ ഡിഗ്രി 2 എന്ന് പറയാം. ബട്ട് ഡിനോമിനേറ്ററിൽ എക്സും വൈയും കമ്പൈൻഡ്, ഐ മീൻ അവരുടെ ഇടയിൽ ഒരു ഇൻറ്റു ആണ് കിടക്കണത്, പ്ലസ്സോ മൈനസോ അല്ല. പ്ലസ്സോ മൈനസോ ആണെങ്കിൽ സെപ്പറേറ്റ് ഡിഗ്രി നോക്കണം, ഇൻറ്റു ആണെങ്കിൽ നമ്മൾ കമ്പൈൻഡ് ഡിഗ്രി നോക്കണം. എക്സിൻ്റെ പവർ 1ഉം വൈയുടെ പവർ 1ഉം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും 2 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈയും കൂടെയും ഒരു മിക്സ്ചർ ആയിട്ടുള്ള രീതിയിലായിരിക്കും കിടക്കുന്നത്. സോ അതിനകത്തുനിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം വെരിഫൈ ചെയ്താൽ മതി. ഇവിടെ എക്സ് ക്യൂബ് ആണെങ്കിൽ ഇവിടെ വൈ ക്യൂബ് തന്നെ വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ് സ്ക്വയർ, ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ ഒരു എക്സ് സ്ക്വയർ വൈ വന്നാൽ ഇവിടെ ഒരു വൈ ക്യൂബ് വന്നാലും പ്രശ്നമില്ല, ബിക്കോസ് ഈ രണ്ട് ടേമിൻ്റെ കമ്പൈൻഡ് ഡിഗ്രി 3 ആണ്, ഇതും 3 ആണ്. അപ്പോൾ ഈ രണ്ട് ടേമിനും സെപ്പറേറ്റ് 3 വന്നു, അപ്പോൾ കോമ്പിനേഷൻ്റെ ഡിഗ്രിയും 3 വരും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഗ്രിയുടെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 2 എന്നും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 2 എന്നും പറയും. സോ അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ന്യൂമറേറ്റർ ഡിഗ്രിയും ഡിനോമിനേറ്റർ ഡിഗ്രിയും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഫംഗ്ഷൻ. പക്ഷേ ഈ കേസിലേക്ക് നിങ്ങൾ വരുമ്പോഴോ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഓക്കെ 2 തന്നെയാണ് അല്ലേ. ബട്ട് ഡിനോമിനേറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഡിനോമിനേറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇൻറ്റു ആണ്, കമ്പൈൻഡ് ആയിട്ടുള്ള പവർ ഒന്ന് നോക്കിക്കേ. ഇത് 2ഉം ഇത് 1ഉം ആണ്. 2ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 3 ആണ്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ 3 ആണ്. സോ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇത് ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ വേറൊരു ടെക്നിക്കും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2xy എന്ന് പറഞ്ഞല്ലോ. സോ ഈ ഫംഗ്ഷനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാൻ പറ്റും. എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ഈ ഫംഗ്ഷൻ എനിക്ക് 1 + y/x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഡിനോമിനേറ്ററിനെ എനിക്ക് 2xy എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു എക്സും കട്ട് ചെയ്ത് പോയി. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 + y/x ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × y/x. ഈ എക്സിനെ ഞാൻ ഡിനോമിനേറ്റർ വെച്ച് എഴുതി, ഡിനോമിനേറ്ററിലിട്ട് എഴുതി. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെ കിട്ടും. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് f of y/x. So if a function can be represented as f of y/x, then that particular function is also called homogeneous എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതും നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു ഫംഗ്ഷൻ്റെ കൂടെ y/x, log of y/x, sin of y/x, tan of y/x, cos of y/x എന്നൊക്കെ കണ്ടാൽ ഒന്നും പേടിക്കേണ്ട, അത് വേറെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട. അത് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, y/xൻ്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം ദാറ്റ് ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കും x/y വന്നാലോ? ഈ x/y വന്നാലും ഒരു ഫംഗ്ഷൻ്റെ കൂടെ x/y വന്നാൽ e⁻x/y അല്ലെങ്കിൽ log of x/y ഇങ്ങനെ വന്നാൽ ഒന്നും നോക്കണ്ട, വെറും ഒരു y/x x/y കണ്ടാൽ നമ്മൾ ചാടിക്കേറി ഹോമോജീനിയസ് എന്ന് പറയരുത്. ഫംഗ്ഷൻസിൻ്റെ കൂടെ y/x x/y വന്നാൽ നമ്മൾ ഒന്നും നോക്കണ്ട, ദാറ്റ് വിൽ ബി ഓൾവേസ് എന്തായിരിക്കും, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന് രണ്ട് ടൈപ്പായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഒന്ന് y/x വരുന്ന കേസും മറ്റേത് x/y വരുന്ന കേസും. അത് രണ്ട് ടൈപ്പായിട്ട് പഠിക്കണം. ടൈപ്പ് 1 ഹോമോജീനിയസും ടൈപ്പ് 2 ഹോമോജീനിയസും. ആദ്യം ടൈപ്പ് 1 ഒന്ന് നമുക്ക് തിയറിയൊക്കെ പഠിച്ചിട്ട് ടൈപ്പ് 2 നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് എന്താണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം. ജനറലി ഞാൻ പറഞ്ഞു dy/dx എല്ലാത്തിൻ്റെ കൂടെയും കാണും, ബിക്കോസ് വി ആർ സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ഹോമോജീനിയസ് ഫംഗ്ഷൻ്റെ ഫോം എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെയിം ആകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എഫ് ഓഫ് y/x ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പറയുന്ന ക്ലൂകളാണ് കേട്ടോ. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഹോമോജീനിയസ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ടൈപ്പ് 1ൻ്റെ ഫോം dy/dx = f of y/x. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അപ്പോൾ നേരെ തിരിച്ചു വരും. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ f of x/y വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിക്കണം, dy/dx അല്ല dx/dy ആണ്. ഇത് നിങ്ങൾ പഠിച്ച് വെച്ചോണം. ടൈപ്പ് 1 ഹോമോജീനിയസും ടൈപ്പ് 2 ഹോമോജീനിയസും രണ്ടെന്നും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ,
ക്ലിയർ ആയെന്ന് പറയുന്നുണ്ട്. സോ dy ബൈ ഫസ്റ്റ് നമുക്ക് ഈ ടൈപ്പ് 1നെ ഹൗ ടു സോൾവ്, നിങ്ങൾ നന്നായി മെത്തേഡ് പഠിക്കുന്നതാണ്. ഒരു പക്ഷേ യു ആർ ഓൾ ഫെമിലിയർ വിത്ത് ദ ഹൗ ടു സോൾവ് എ homogeneous differential equation. You know that because NCERT-ലൊക്കെ ധാരാളം പ്രോബ്ലംസ് ഉള്ളതാണ്, ബോർഡ് എക്സാം റിലേറ്റഡും ചോദിക്കാറുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടും പ്ലസ് ടുവിൽ റിപ്പീറ്റേഴ്സ് കുട്ടികൾ കാണുന്നുണ്ടായിരിക്കാം, അല്ലാത്ത പ്ലസ് ടു ഓൺഗോയിങ് കാണുന്നുണ്ടായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അല്ലേ. സോ അപ്പോൾ നിങ്ങൾ NCERT-ൽ തന്നെ ഈ സംഗതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ജെയിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ഡെപ്തിൽ ഇറങ്ങി ചോദിക്കുന്നേ ഉള്ളൂ. തിയറിയൊക്കെ സെയിം തന്നെയാണ്, NCERT-ലെ തിയറി തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ സോൾവിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പുട്ട് y ബൈ എക്സ് എന്താണോ ഈ സാധനം ഇങ്ങനെ കിടക്കുന്ന ഫോമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലേക്ക് ആക്കണം. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനാക്കുക എന്ന് പറഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോമിനെ കനോട്ട് ബി ഇൻ്റഗ്രബിൾ. സോ ടു റെഡ്യൂസ് ഇറ്റ് ഇൻ ടു ഇൻ്റഗ്രബിൾ ഫോം വി ഹാവ് ടു മേക്ക് എ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് y ബൈ എക്സ് ഈക്വൽ ടു വി. y ബൈ എക്സ് ഈക്വൽ ടു വി അല്ലെങ്കിൽ ഓർ വി ക്യാൻ സേ ദാറ്റ് y ഈസ് ഈക്വൽ ടു Vx എന്ന് പറയാൻ പറ്റും. ഓക്കെ, y ഈക്വൽ ടു Vx എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വന്ന വഴി മറക്കാൻ പാടില്ല. ഇവനെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. സോ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പ്രഷൻ ദേ ഇങ്ങനെ ഇരിക്കും. സോ ഇത് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക, ഇങ്ങനെ കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. ഹോമോജീനിയസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോ, y ബൈ എക്സ് ഫംഗ്ഷൻ ഉണ്ടോ, dy by dx should be replaced with v plus x into dv by dx. എങ്ങനെ കിട്ടിയെന്നൊന്നും അറിയണ്ട, അതങ്ങോട്ട് പഠിച്ചു വെക്കുക. നേരെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവൻ എന്ത് ഫോമിലേക്ക് മാറും, v plus x into dv by dx is equal to f of v എന്ന് മാറും. സോ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞു, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫോമിലാണ് കിടക്കുന്നത്. To reduce it into integrable form, that means to reduce it into variable separable form, we have to separate the variables. That means അതാത് ഫംഗ്ഷൻസിനെ അതാത് ഡിഫറൻഷ്യൽസിൻ്റെ അടുത്തേക്ക് എഴുതണം. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് വി ഉണ്ട്, ഇവിടെ ഒരു വി ഉണ്ട്, അവരെ രണ്ടുപേരെയും തമ്മിൽ ക്ലബ് ചെയ്യണം. സോ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് വി മൈനസ് വി ആണ്. സോ ഡി വി ബൈ എഫ് ഓഫ് വി, ഡി വിയുടെ അടുത്തേക്ക് വി ഫംഗ്ഷനെ കൊണ്ടുവരുന്നു, ഡി എക്സിനെ എക്സ് ഫംഗ്ഷനെയും അപ്പുറത്തേക്ക് വിടുന്നു. സോ നൗ ദിസ് ഈസ് ഇൻ ടു ദ വേരിയബിൾ സെപ്പറബിൾ ഫോം. സോ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ആണ്, ബട്ട് റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ആൻസർ കിട്ടുന്നത് വിയിലും എക്സിലും ആയിരിക്കും. പക്ഷേ വി എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊണ്ടുവന്ന വേരിയബിൾ ആണ്, നമ്മളായിട്ട് കളയണം. വി ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് വാട്ട്, y ബൈ എക്സ്. സോ ഈ കിട്ടുന്ന സൊല്യൂഷനിൽ ഫൈനലി റീപ്ലേസ് v by y by x, then only we will get the required general solution. Required GS കിട്ടണമെങ്കിൽ ഫൈനലി ഇത് കൂടെ ചെയ്യണം. So replace v by y by x. So this is the solving strategy of homogeneous differential equation of type 1. What is the type 1 homogeneous differential equation? dy by dx equal to f of y by x. Okay. So ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ടൈപ്പ് 2ലേക്ക് പോവാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, dy by dx ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2xy. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. ബിക്കോസ് ഇതിനകത്ത് y ബൈ എക്സിനെ y ബൈ എക്സിലേക്ക് ആക്കാം. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിനകത്ത് y ബൈ എക്സ് ഒന്നുമില്ല, ബട്ട് ഇതിനെ y ബൈ എക്സിൻ്റെ ടേംസിലേക്ക് ആക്കാം. ബട്ട് ഇങ്ങനെ തരുന്ന ഫോമിൽ ഇങ്ങനെ ഇട്ട് തന്നെ വെരിഫൈ ചെയ്താൽ മതി. ഇവിടെ ഡിഗ്രി 2, ഇവിടെ ഡിഗ്രി 2, അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഗ്രി 2. അപ്പോൾ എന്താണ്, ദിസ് ഇസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ടൈപ്പ് 1. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടൈപ്പ് 1 എന്ന് കഴിഞ്ഞാൽ സഡൻലി നമ്മൾ എന്ത് ചെയ്യും, ഇവനെ മാറ്റി v പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതും. എക്സ് സ്ക്വയറിനെ അങ്ങനെ തന്നെ എഴുതും, ബട്ട് വൈ സ്ക്വയറിനെ നമ്മൾ വി സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് മാറ്റും. ബിക്കോസ് വൈ ബൈ എക്സ് വി എന്ന് കൊടുത്താൽ വൈ എന്ന് പറയുന്നത് വി എക്സ് ആണെന്ന് നമ്മളിവിടെ തിയറിയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഡിവൈഡഡ് ബൈ 2x ഇൻറ്റു വൈ ഈസ് വി എക്സ്. അപ്പോൾ നമുക്ക് 2x സ്ക്വയർ വി എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം. സോ 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2v. ഞാൻ അവിടെ തിയറിയിൽ ചെയ്ത അതേ സ്റ്റെപ്പ്, ദ സെയിം സ്റ്റെപ്പ് ഐ ആം ഫോളോയിങ് ഹിയർ. സോ തിയറി മനസ്സിലായെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ ഇനി സംശയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അവിടെ ചെയ്തത് ഡി വിയുടെ അടുത്തേക്ക് വി ഫംഗ്ഷനെ കൊണ്ടുവരണം. സോ ഇവിടെയുള്ള വിയും ഈ ടൈപ്പ് ഓഫ് എഫ് ഓഫ് വിയും കൂടി ക്ലബ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2v മൈനസ് വി, isn't it? So x into dv by dx is equal to 1 plus v square minus 2v square. So 1 minus v square divided by 2v എന്ന് എഴുതാം. സോ അടുത്ത എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡി വിയുടെ അടുത്തേക്ക് വി ഫംഗ്ഷനെ കൊണ്ടുപോവുക. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2v ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ഡി വി ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഡി എക്സ് ബൈ എക്സ്. ദിസ് ഇസ് വേരിയബിൾ സെപ്പറബിൾ ഫോം. സോ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ സൊല്യൂഷൻ കിട്ടാൻ. എന്ത് ചെയ്യാം, ദാറ്റ് ഇസ് ഇൻ്റഗ്രേഷൻ.
ഓക്കെ, സോ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് രണ്ടും സ്റ്റാൻഡേർഡ് ഫോമിലാണല്ലോ കിടക്കുന്നത്. സോ 1 മൈനസ് വി സ്ക്വയർ. സി ഇവിടെയാണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ്റെ റോൾ അറിയുന്നത്. ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ഫോമാണ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സോ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, സോ 2v ബൈ 1 മൈനസ് വി സ്ക്വയർ ഇൻറ്റു ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്നൊക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ നമുക്ക് 1 മൈനസ് വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -2v ആണ്. പക്ഷേ ഇവിടെ ഒരു +2v ഉള്ളൂ. അപ്പോൾ മൈനസും കൂടി പുറത്ത് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. സോ ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് ദിസ് ഇസ് മൈനസ് ലോഗ് മോഡ് 1 മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു ലോഗ് എക്സ്. ഈ കേസിൽ നിങ്ങൾ NCERT-ൽ വളരെ വ്യക്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. രണ്ട് സൈഡിൽ ലോഗ് ഫംഗ്ഷൻ കിട്ടിയാൽ ഇറ്റ് ഇസ് ബെറ്റർ ടു പുട്ട് ദ കോൺസ്റ്റൻറ്റ് ഓഫ് integration as log c for the further simplification. സിക്ക് പകരം നിങ്ങൾ log c ഇട്ടാൽ സിംപ്ലിഫിക്കേഷൻ വിൽ ബി ഈസി. സി ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ log c ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇടണം എന്നേ ഉള്ളൂ. ഇറ്റ്സ് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ്, ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ അല്ലേ. സോ അപ്പോൾ സി കോൺസ്റ്റന്റ് ആണെങ്കിൽ log c കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് log c ഇട്ടെന്ന് കരുതി കുഴപ്പമില്ല, ബിക്കോസ് സിംപ്ലിഫിക്കേഷൻ ഈസി ആയിട്ട് വരും. സോ ഇവിടെ രണ്ട് സൈഡിൽ ലോഗിലാണ് ആൻസർ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്ത് എഴുതുന്നു, ലോഗിൽ ആൻസർ വന്നുകൊണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓൾസോ ഐ എം പുട്ടിംഗ് ഇൻ ടേംസ് ഓഫ് ലോഗ്, ദാറ്റ് ഇസ് log c. ഓക്കെ, സോ ഇവിടെ എനിക്ക് മൈനസ് ലോഗ് എന്ന് പറയുമ്പോൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിനെ ലോഗ് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ദ ഹോൾ റൈസ് ടു -1 എന്ന് എഴുതാം. ദാറ്റ് ഇസ് 1 ബൈ 1 മൈനസ് വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് സി എക്സ്. log a plus log b, ലോഗിൻ്റെ പ്രോപ്പർട്ടി log a b. സോ log x ഈക്വൽ ടു log y ഇംപ്ലൈസ് x ഈക്വൽ ടു y. സോ 1 ബൈ 1 മൈനസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എക്സ് എന്ന് പറയാം. സോ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു സൊല്യൂഷനായി, ബട്ട് അത് റിക്വയർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള റിക്വയർഡ് സൊല്യൂഷൻ ആകണമെങ്കിൽ എന്ത് വേണം, റീപ്ലേസ് വി വിത്ത് വൈ ബൈ എക്സ്. സോ നമുക്കത് റീപ്ലേസ് ചെയ്യാം. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് x square by x square minus y square equal to cx. So we are getting x is equal to c into x square minus y square. After simplification, the general solution of the given differential equation will be obtained in this form. Okay, so ഇതാണ് first type. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. നിങ്ങൾ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ക്ലിയർ ആയോ എന്നുള്ളത്. വൈ നെഗറ്റീവ്, മോനെ നെഗറ്റീവ് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. വൈ നെഗറ്റീവ് എന്ന് ചോദിക്കുന്നുണ്ട്. എടാ 2v ബൈ 1 പ്ലസ് വി സ്ക്വയർ ഈ ഇൻ്റഗ്രലാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് വരണേ. ഇവിടെ 2v ബൈ 1 മൈനസ് വി സ്ക്വയർ ആണ് കിടക്കണേ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി -2v ആണ്. അപ്പോൾ -2v കൊണ്ടുവരണമെങ്കിൽ ഞാൻ പുറത്തും മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്, ഐ മീൻ രണ്ട് പുറത്തും അകത്തും നെഗറ്റീവ് ഇട്ടാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകുമല്ലോ. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഇതിന് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് എഴുതാൻ പറ്റും. അപ്പം ഞാൻ ആ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ലോഗ് കൊണ്ടുവന്നതാണ്, ഐ മീൻ മൈനസ് ഇട്ടതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോടാ സിദ്ധാർത്ഥേ? സോ അത് നിങ്ങൾ ഇൻ്റഗ്രേഷനിൽ പഠിക്കണതാണ്. സോ ഇതാണ് നമ്മുടെ ടൈപ്പ് 1. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ട് ഇത് ഓക്കെ ആണോ ഇല്ലെന്നുള്ളത്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് വെള്ളം കുടിക്കട്ടെ. നിങ്ങളും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിലിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് 2ലേക്ക് പോവാം. എല്ലാവരും അത്യാവശ്യം കമൻറ്റ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dx ബൈ dy. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രോസസ്സ് ഓർത്താൽ മതി. അവിടെ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ. അവിടെ y ബൈ എക്സിനെ വി എന്ന് കൊടുത്തെങ്കിൽ ഇവിടെ x ബൈ വൈനെ വി എന്ന് കൊടുക്കണം. അപ്പോൾ x ഇസ് ഈക്വൽ ടു വി വൈ എന്ന് വരും. സോ അപ്പോൾ രണ്ട് സൈഡിലും dx ബൈ dy കിട്ടണമെങ്കിൽ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ബിക്കോസ് സി ഡെറിവേറ്റീവ് നോക്കുകയാണെങ്കിൽ എക്സ് ഡിപ്പെൻഡൻറ്റും വൈ ഇൻഡിപെൻഡൻറ്റും ആണ്. സോ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത് എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ dx ബൈ dy ധനഞ്ജയൻ എന്തോ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേരിയബിൾ സെപ്പറബിൾ ആണോ എന്ന്. അതെ അതിലേക്കൊക്കെ വരാം. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതൊക്കെ പറയാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തിയറി സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ധനഞ്ജയൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് അവിടെ പറയാത്തത്. JEEയുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു PYQ ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. ആദ്യം നിങ്ങളെ ഒന്ന് തിയറി ഒന്ന് പഠിപ്പിച്ചൊന്ന് കേട്ടട്ടെ. ഓക്കെ, സോ dx ബൈ dy എന്ന് പറയുന്നത് v പ്ലസ് വൈ ഇൻറ്റു dv ബൈ dy. ഇത് ഓർത്താൽ മതി. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇത് കൊടുക്കുമ്പോൾ v പ്ലസ് വൈ ഇൻറ്റു dv ബൈ dy കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് f ഓഫ് v എന്നായിരിക്കും. ദ സെയിം പ്രോസസ് വി ആർ ഡൂയിങ്.
y into dv by dy is equal to f of v minus v. So dv യുടെ അടുത്തേക്ക് f of v minus v നെ കൊണ്ടുവരുന്നു. So dy by y. So രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കിട്ടുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ സൊല്യൂഷൻ കിട്ടുന്നു. സോ v മാറ്റി x by y. y by x അല്ല, അവിടെ x by y കൊടുക്കുന്നു. സെയിം പ്രോസസ്സ് തന്നെയാണ്. y by x ന് v കൊടുക്കുന്നതിന് പകരം x by y ക്ക് v കൊടുക്കുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, x by y വന്നാൽ അവിടെ കീപ്പ് ചെയ്യേണ്ട ഡെറിവേറ്റീവ് dx by dy ആയിരിക്കണം. y by x ഫംഗ്ഷൻ വന്നാൽ അവിടെ കീപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് ഫോം dy by dx. ആ സ്റ്റാൻഡേർഡ് ഫോമിനെയാണ് എനിക്ക് സമ്മറൈസ് ചെയ്യാനുള്ളത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. സോ dy by dx equal to f of y by x. It is a differential homogeneous differential equation. Another type is there, dx by dy is equal to f of x by y. രണ്ടും എന്താണ്? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. സോ അതിൻ്റെ ഇല്ലുസ്ട്രേഷനൊക്കെ നമുക്ക് വരുന്ന ഇതിൽ കാണാം. PYQ ചെയ്യുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. ഒരു ക്വസ്റ്റ്യന് കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയായിരിക്കും? ഇത് ടൈപ്പ് 1 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ ടൈപ്പ് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. ടൈപ്പ് 1 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ ടൈപ്പ് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. Solve x into dy by dx equal to y into log y minus log x plus 1. ഓക്കെ, രണ്ട് ടൈപ്പ് ഹോമോജീനിയസ് പഠിപ്പിച്ചു. അപ്പോൾ ഇത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ബട്ട് ഹോമോജീനിയസിൻ്റെ ഏത് ടൈപ്പ് ആണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, വേഗം കമൻറ്റ് പോരട്ടെ. എക്സാക്ട്ലി ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 ആണ്, ബിക്കോസ് നിങ്ങൾ dy by dx കണ്ടു അല്ലേ? അപ്പോൾ dy by dx കണ്ടാൽ അത് ടൈപ്പ് 1 ആണ്. പക്ഷേ ചാടി കയറി നിങ്ങൾ അങ്ങനെ പറയരുത്. ചില കേസിൽ dy by dx ഉണ്ടെങ്കിലും അതിന് ചിലപ്പോൾ dx by dy ആക്കിയാലേ പ്രോബ്ലം ചെയ്യുന്നുള്ള സിറ്റുവേഷനൊക്കെ വരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിടെ y by x ഫംഗ്ഷൻ ആണോ x by y ഫംഗ്ഷൻ ആണോ എന്നാണ് മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. ജെയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, എപ്പോഴും പ്രോബ്ലത്തിൽ നമ്മൾ dy by dx ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ dy by dx ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ x ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ dy by dx ഈക്വൽ ടു ഇതിനെ നമുക്ക് y by x ഇൻറ്റു log y മൈനസ് log x, അവിടെയാണ് ട്രിക്ക് ഒളിഞ്ഞു കിടക്കുന്നത്. log of y by x എന്ന് എഴുതാം, പ്ലസ് 1. കണ്ടോ, ഇവിടെ ഇങ്ങനൊരു ഫംഗ്ഷൻ വന്നാൽ ഇനി തിരിഞ്ഞു നോക്കണ്ട, അതെന്ത് ഫംഗ്ഷൻ ആയിരിക്കും? അത് ഹോമോജീനിയസ് ആയിരിക്കും. y by x ആയതുകൊണ്ട് തന്നെ അത് ടൈപ്പ് 1 ആയിരിക്കും. ഓക്കെ, സോ ഇതിനെ അപ്പോൾ ടൈപ്പ് 1 ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. സോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? dy by dxൻ്റെ പ്ലേസിൽ v പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, ഇത് v ഇൻറ്റു ലോഗ് v പ്ലസ് 1. സോ ഇനി നമുക്ക് യൂഷ്വലി എങ്ങനെയാണോ ഹോമോജീനിയസ് പ്രൊസീഡ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യാം. v ലോഗ് v പ്ലസ് v, വിയും വിയും രണ്ട് സൈഡിലുണ്ട്, കട്ടായിപ്പോയി. ഇനി നമ്മൾ ചെയ്യുന്നത് dv എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അടുത്തേക്ക് v ഫംഗ്ഷനെ കൊണ്ടുവരുന്നു, dx ബൈ എക്സിനെ അപ്പുറത്തേക്ക് വിടുന്നു. സോ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമായി രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ dx ബൈ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dv ബൈ v ലോഗ് v. സോ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രൽ 1 by x log x എന്ന് പറയുന്നത് dx എന്ന് പറയുന്നത് log of log x ആണ്. ഓക്കെ, log xന് t എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ്. ബട്ട് ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഇസ് log of log x ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് log of log v is equal to റൈറ്റ് ഹാൻഡ് സൈഡ് log x. രണ്ട് സൈഡിലും ലോഗ് ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഹാസ് ടു ബി ടേക്കൺ log c. സോ log of log v is equal to log cx. So log x equal to log y implies x equal to y, that is log v is equal to cx, that is log of v എന്ന് പറയുന്നത് y by x equal to cx. ബട്ട് ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് വേർഷൻ കൂടി നമുക്ക് സൊല്യൂഷൻ എഴുതാം. ലോഗ് ഇല്ലാതെ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? y by x ഈസ് ഈക്വൽ ടു e റൈസ് ടു സി എക്സ്. സോ y ഈസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു സി എക്സ് എന്ന് എഴുതി നമുക്ക് ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള കർവ് ഫോമിൽ എഴുതാൻ പറ്റും. ഓൾവേസ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ദാനം ചെയ്യാൻ ആൻസർ എഴുതിയിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു സി എക്സ് ആണോ എന്ന്? കറക്റ്റാണ്, ആൻസർ കറക്റ്റാണ്. ഓക്കെ,
സോ ഇത് ക്ലിയർ ആയല്ലോ നിങ്ങളെ? ഓക്കെ ആണോ നിങ്ങൾക്ക്? സോ ഇതാണ് ടൈപ്പ് 1. ടൈപ്പ് 2വിൻ്റെയും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെഡിങ് ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ 2024 പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിരുന്നു. സോ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ബിക്കോസ് നല്ലൊരു കൺസെപ്റ്റാണ്. ഇത് NCERT-യിലൊന്നും ഇല്ല, ബട്ട് ഇത് JEE-ൽ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു കുറച്ചൊന്ന് ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതിൻ്റെ ഹെഡിങ് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെഡ്യൂസബിൾ ടു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെഡ്യൂസബിൾ ടു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സാധാരണ കേസിൽ ഹോമോജീനിയസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആ സ്ട്രാറ്റജി, ഒരു സ്ട്രക്ചേർഡ് ഫോം ഉണ്ട് എങ്ങനെയാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യും. പക്ഷേ ചില കേസിൽ ഡയറക്റ്റ് ഫോമിൽ കിടക്കില്ല. നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അതിനെ ഹോമോജീനിയസ് ആക്കിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ സിറ്റുവേഷനെ, ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരേ സമയം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന കണക്ക് 2 പ്രോബ്ലംസ് ഒരേ സമയം ഞാൻ പെട്ടെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ടൈപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്വിക്ക്ലി യു ക്യാൻ ഐഡൻറ്റിഫൈ ദ സെയിം, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് യൂഷ്വലി റെഡ്യൂസബിൾ ടു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വെൻ എവർ യു ഹാവ് സീൻ ദിസ് കൈൻഡ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഫോമിൽ പോലെ കിടക്കുകയാണ്. 2x + 3y + 1 എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ജനറലി ഞാൻ അതിനെ കോയിഫിഷ്യൻ്റ് എയും ബിയും സിയും a', b', c' ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദിസ് ഫോം dy/dx = ax + by + c ഡിവൈഡഡ് ബൈ a'(x + b'(y + c') ആണെങ്കിൽ, ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ 2 പോസിബിലിറ്റി നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്, ഇത് ഏത് കേസിലേക്ക് തിരിയണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് the ratio between the coefficient of x and the coefficient of y. അതായത് a/a'-ഉം b/b'-ഉം കാണുക. അവർ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ പ്രോബ്ലം ചെയ്യുന്നത് ബൈ എ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി ആണ് പ്രോബ്ലം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇഫ് ദർ ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം, ആ സ്റ്റാൻഡേർഡ് ഫോം തന്നിട്ട് അതിന് 2 തരത്തിൽ പ്രോബ്ലം ചെയ്യാം, കേസ് 1ഉം കേസ് 2. എന്താണ് ആക്ച്വലി അവിടെ വെരിഫൈ ചെയ്യുന്നത്? റേഷ്യോ ബിറ്റ്വീൻ ദ കോയിഫിഷ്യൻസ് ഓഫ് എക്സ് ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് വൈ ചെക്ക് ചെയ്യും. ഇഫ് ദേ ആർ ഈക്വൽ, വി ആർ ഡൂയിങ് ദ പ്രോബ്ലം ബൈ എ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ. ദ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ റെഡ്യൂസ് ഇറ്റ് ഇൻ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം. then we are doing accordingly, because variable separable form എങ്ങനെ ചെയ്യണം എന്നറിയാം. ബട്ട് കേസ് നമ്പർ 2 എന്ന് പറയുന്നത് ഇഫ് ദേ ആർ നോട്ട് ഈക്വൽ. ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഉടനെ നമ്മുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സിറ്റുവേഷനാണ് a/a' നോട്ട് ഈക്വൽ ടു b/b'. ഈ കേസിലാണ് നമ്മൾ ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്തിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നത്? ഹോമോജീനിയസിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നത്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടിൻ്റെയും ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ഓക്കെ, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഓക്കെ, ഇത് പെട്ടെന്ന് എളുപ്പമാണ്, ബട്ട് ഇതൊന്നും മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോം ചെയ്യാം. when a equal to a' equal to a/a' equal to b/b'. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. സോൾവ് x + y - 1 × dx + 2x + 2y - 3 × dy = 0. JEE Mains ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതെങ്കിൽ, എപ്പോഴും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഡിഗ്രി ഡെറിവേറ്റീവ് മേക്ക് ചെയ്യണം അല്ലേ? ദാറ്റ് മീൻസ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആദ്യം dy/dxൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കുക. സോ ഞാനിവിടെ നിന്ന് dy/dxൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണ്. സോ dy/dx എന്ന് പറയുമ്പോൾ dy ടേമിനെ ഇവിടെ വെച്ചിട്ട് dxന് അപ്പുറത്തേക്ക് വിടുക, എന്നിട്ട് dy/dx ഉണ്ടാക്കുക. സോ dy/dx എന്ന് പറയുന്നത് മൈനസ് ഓഫ് x + y - 1 ഡിവൈഡഡ് ബൈ 2x + 2y - 3 ആണ് അല്ലേ? ഇപ്പോൾ എനിക്ക് ആ തന്നിരിക്കുന്ന ഫോമിൽ ഇക്വേഷൻ കിട്ടി. ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഡിവൈഡഡ് ബൈ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. ഈ കേസ് വരുന്ന കേസിൽ നമ്മൾ എന്താണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്? ദ റേഷ്യോ ബിറ്റ്വീൻ ദ എക്സ് കോയിഫിഷ്യൻ ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വൈ കോയിഫിഷ്യൻ, വെദർ ദേ ആർ ഈക്വൽ ഓർ നോട്ട്. ഇവിടെ 1/2, ഇവിടെയും 1/2. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ദ എക്സ് കോയിഫിഷ്യൻറ്റും റേഷ്യോ ബിറ്റ്വീൻ ദ വൈ കോയിഫിഷ്യൻറ്റും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ആ കേസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത് പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. ആ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇവിടെ dy/dx ഈക്വൽ ടു മൈനസ് ഓഫ് x + y - 1. ഈ ഡിനോമിനേറ്ററിന് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാമല്ലോ. 2 ഇവിടെ പുറത്തേക്ക് എടുക്കാം, x + y - 3. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് x + y ന് t എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ
ഈ എക്സ്പ്രഷന് മൊത്തം ടി എന്ന് കൊടുത്താലും പ്രശ്നമില്ല. സോ പുട്ട് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം കേട്ടോ. സോ എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു ടി. ഞാൻ ഇതിനെ മൊത്തം ടി എന്ന് കൊടുത്തു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ വി ഹാവ് ടു ബി കെയർഫുൾ. We have to bring the existing term with respect to the substitution. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എക്സിസ്റ്റിംഗ് വണ്ണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. സോ അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0 വിച്ച് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി എക്സിനുള്ള എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ് ഈസ് ഡി ടി ബൈ ഡി എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, സോ ഡി ടി ബൈ ഡി എക്സ് മൈനസ് 1. സോ ഇത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സിന് നമുക്ക് എന്ത് എഴുതാം? ഡി ടി ബൈ ഡി എക്സ് മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഒരു മൈനസ് പുറത്ത് നിൽപ്പുണ്ട്, ആ ടോട്ടൽ എക്സ്പ്രഷൻ ഞാൻ ടി എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 1നെയാണ് ടി എന്ന് കൊടുത്തത്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ടി പ്ലസ് 1 ആണ്. സോ ടി പ്ലസ് 1 മൈനസ് 3. ദാറ്റ് ഈസ് ഡി ടി ബൈ ഡി എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് ടി 2t പ്ലസ് 2 മൈനസ് 3. അപ്പോൾ മൈനസ് 1. ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എക്സ് പ്ലസ് വൈ മൈനസ് 1നെ ഞാൻ ടി എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇനി വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഡി ടിയുടെ അടുത്തേക്ക് ടി ഫംഗ്ഷൻ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, ഇവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരും. ദാറ്റ് ഈസ് 1 മൈനസ് ടി ബൈ 2t മൈനസ് 1 എന്നാക്കാം. ദാറ്റ് ഈസ് ഡി ടി ബൈ ഡി എക്സ്. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്, ഇനി നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. 2t മൈനസ് 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ 2t മൈനസ് 1. ദാറ്റ് ഈസ് ടി മൈനസ് 1. സോ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ 2t മൈനസ് 1. കണ്ടോ, ഇങ്ങനെ ആക്കാൻ പറ്റും. സോ ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കണമെങ്കിൽ ഡി ടിയുടെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുവരണം, ടി ഫംഗ്ഷനെ 2t minus 1 divided by t minus 1 into dt which is equal to dx. ഈ സിറ്റുവേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ ചെയ്താലേ സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഈ കേസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റഗ്രേഷൻ നല്ല ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ എൻ്റെ ആൻസർ ചെയ്യും. എനിബഡി എൽസ് കെൻ യു സജസ്റ്റ് ഹൗ ടു സോൾവ് ദിസ്? ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്, ഡിനോമിനേറ്റർ ഡിഗ്രി 1 ആണ്. ഈ കേസിൽ ഹൗ ടു സോൾവ് ദ how to find out the integral അല്ലെങ്കിൽ how to integrate the given function പറയാമോ? വേഗം മെസ്സേജ് ഇടാമോ ചാറ്റിൽ? സോ ഞാൻ തന്നെ പറയാം, നിങ്ങൾ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ലാഗ് വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത്. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ല, അതുകൊണ്ടിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറയാം. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഗ്രി സെയിം ആയിട്ട് വന്നാൽ ദ ഇൻ്റഗ്രേഷൻ വി ആർ പ്രൊസീഡിങ് ബൈ represent the numerator in terms of denominator. Denominator വെച്ചുകൊണ്ട് ന്യൂമറേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്താൽ it will be decomposable and we can suddenly integrate. Okay, so ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ t minus 1 ഇവിടെ കൊണ്ടുവരണം. So adding minus 1 and plus 1 on the numerator, 2t minus 1 minus 1 plus 1 t minus 1 into dt which is equal to integral dx. ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ആയി 2t മൈനസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ടി മൈനസ് 1 ഡി ടി. ഈ ഫംഗ്ഷനെ ഒരുമിച്ചെടുക്കുക, ഈ ഫംഗ്ഷനെ 1 ബൈ ടി മൈനസ് 1 വേറൊരു ഫംഗ്ഷനാക്കി എടുക്കുക. സോ ദാറ്റ് വിൽ ബി ഡീകമ്പോസബിൾ ആണ്, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും ഇങ്ങനെ എഴുതിയാൽ. സോ 2t മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടി മൈനസ് 1 ബൈ ടി മൈനസ് 1 ഡി ടി. രണ്ട് ഇൻ്റഗ്രലായിട്ട് എഴുതും. 1 ബൈ ടി മൈനസ് 1 ഇൻറ്റു ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ്. ഇനി ഇൻ്റഗ്രേഷനാണ്. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ യാതൊരു തിയറി ഒന്നുമില്ല. ഇനി ഇൻ്റഗ്രേഷൻ പ്രൊസീഡ് ചെയ്ത് പോവുക. സോ ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോവും. ഇങ്ങനൊരു ഫോമിൽ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ 2 ഡി ടി, ദാറ്റ് ഇസ് 2t പ്ലസ് 1 ബൈ ടി മൈനസ് 1 സ്റ്റാൻഡേർഡ് ഫോം ലോഗ് മോഡ് ടി മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഓക്കെ, സോ ടി എന്ന് പറയുന്നത് ആൻസർ നമുക്ക് എക്സും വൈലും കിട്ടണം, ബിക്കോസ് ടി നമ്മളായിട്ട് കൊണ്ടുവന്ന ആളാണ്. സോ വാട്ട് വാസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് പ്ലസ് വൈ മൈനസ് 1 പ്ലസ് ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. Okay, so this is 2x plus 2y minus 2 plus log of mod x plus y minus 2 is equal to x plus c. ഇങ്ങനെ ഒരു എക്സ്പ്രഷനൊക്കെ എഴുതിയിട്ട് ഇനി ഫർദർ സിംപ്ലിഫിക്കേഷന് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ എപ്പോഴും വെരിഫൈ ചെയ്തോണം കേട്ടോ. സോ ഇവിടെ 2xൻ്റെ ടേം ഉണ്ട്, ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്, ലൈക്ക് ടേംസ് ആണ്. കമ്പൈൻ ചെയ്താൽ അത് എക്സ് ആക്കാം. എക്സ് പ്ലസ് 2y, ഈ മൈനസ് 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, സിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം, ബിക്കോസ് കോൺസ്റ്റൻ്റ് എല്ലാം കൂടി ക്ലബ് ചെയ്തൊരു ഒറ്റ കോൺസ്റ്റൻ്റ് ആക്കി എഴുതാം.
എപ്പോഴും അങ്ങനെയാണ് ആൻസർ കണ്ടുവരുന്നത്. സോ എക്സ് പ്ലസ് വൈ മൈനസ് 2 ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് എന്നുള്ള ആൻസറിലേക്ക് എത്തും. സോ ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതൊരു കേസ് ആയതേ ഉള്ളൂ. ഇനി കേസ് നമ്പർ 2 ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പക്ഷേ കേസ് നമ്പർ 2 ആണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. സോ ഇവിടെ നമ്മൾ ഏത് കേസായിരുന്നു? റേഷ്യോ ബിറ്റ്വീൻ ദ റേഷ്യോ ഓഫ് എക്സ് കോയിഫിഷ്യൻറ്റും റേഷ്യോ ഓഫ് വൈ കോയിഫിഷ്യൻറ്റും ഈക്വൽ ആവുന്ന കേസിലാണ് ഈ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് റെഡ്യൂസ് ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കുന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത് അവർ നോട്ട് ഈക്വൽ ആവുന്ന കേസ്. ഓക്കെ, സോ ആ കേസ് ഞാൻ ഈ ഒരു JEE മെയിൻസിൻ്റെ PYQ ഇട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ജാനുവരി ഫേസ് 1 JEEയുടെ ക്വസ്റ്റ്യൻ ആണ് 2024. ഈ തിയറി വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ ഇതൊരു ടിപ്പിക്കൽ ന്യൂമറിക്കലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബട്ട് മെയിൻലി അതവിടെ സോൾവ് ചെയ്യുക, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ടാസ്ക്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇഫ് ദ സൊല്യൂഷൻ കർവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ കർവ് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടണം. dy/dx എന്ന് പറയുമ്പോൾ y ഈസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് x ഇസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ആഫ്റ്റർ സോൾവിങ് വി ഹാവ് ടു ഗെറ്റ് ദ ഫംഗ്ഷൻ ഡിപ്പെൻഡൻറ്റ് ഇൻ ടേംസ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടണം. പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 1. പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? x 2 ആകുമ്പോൾ y 1 ആകും. അതിനർത്ഥം അവിടെ ജനറൽ സൊല്യൂഷൻ അല്ല, ഒരു പർട്ടിക്കുലർ കേസ് പറഞ്ഞിട്ടുണ്ട്, പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവർ തന്നെ ഓൾറെഡി എന്താണ് പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ സ്ട്രക്ചർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഈ ഫോമിലായിരിക്കണം. ഇതിനകത്ത് നിന്ന് 2 അൺനോൺ നമ്മൾ പിക്ക് ഔട്ട് ചെയ്യണം, ബീറ്റയും ആൽഫയും, എന്നിട്ട് 5 ബീറ്റ പ്ലസ് ആൽഫ കണ്ടുപിടിക്കണം. ന്യൂമറിക്കലിലാണ് യൂഷ്വലി മിക്കവാറും നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടാറ്. സിംഗിൾ കറക്റ്റിലും ചോദിക്കാം കേട്ടോ. പക്ഷേ കൂടുതലും കഴിഞ്ഞ ഷിഫ്റ്റിലൊക്കെ എനിക്ക് തോന്നുന്നു ന്യൂമറിക്കലിലായിരുന്നു ക്വസ്റ്റ്യൻസ് കൂടുതൽ. ന്യൂമറിക്കലിലാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് എനിവേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കാം. dy/dx ഈക്വൽ ടു x പ്ലസ് വൈ മൈനസ് 2 ഡിവൈഡഡ് ബൈ x മൈനസ് വൈ. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ബൈ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ വന്നാൽ വി ആർ വെരിഫൈയിങ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ എക്സ് കോയിഫിഷ്യൻ ആൻഡ് വൈ കോയിഫിഷ്യൻ. അപ്പോൾ a/a' എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ബട്ട് b/b' എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. ദേ ആർ നോട്ട് ഈക്വൽ അല്ലേ? a/a' നോട്ട് ഈക്വൽ ടു b/b'. സോ ഇങ്ങനെ വരുന്ന കേസിൽ പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വി ആർ റെഡ്യൂസിങ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു ഹോമോജീനിയസ്. സി ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇത് ഹോമോജീനിയസ് പെട്ടെന്നായനെ ഈ ഒരു ഫോമിലായിരുന്നെങ്കിൽ dy/dx ഈക്വൽ ടു എക്സ് പ്ലസ് വൈ മൈനസ് 2 ഡിവൈഡഡ് ബൈ ഈ -2 ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ഡയറക്ട്ലി y ഈക്വൽ ടു vx എന്ന് കൊടുക്കാം. പക്ഷേ ഇവിടെ ദേ ഒരു സാധനം കിടപ്പുണ്ട് -2. അപ്പം നിങ്ങൾക്ക് ന്യൂമറേറ്റർ ഡിഗ്രിയും ഡിനോമിനേറ്റർ ഡിഗ്രിയും പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ ഒരു 2 ഉള്ളത് കൊണ്ട്. സോ ഇത് ഡയറക്ട്ലി ഹോമോജീനിയസിലല്ല കിടക്കുന്നത്. പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നിങ്ങൾ എന്തിലേക്കാക്കണം? ഹോമോജീനിയസിലേക്ക് ആക്കണം. ചില കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്ന് കൊടുത്താൽ ഇവിടെയും a/a' നോട്ട് ഈക്വൽ ടു b/b' ആണ്. ബട്ട് ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഡയറക്ട്ലി പുട്ട് y ഈക്വൽ ടു vx ചെയ്താൽ നിങ്ങൾക്ക് ഹോമോജീനിയസിലേക്ക് എത്താൻ പറ്റും. ബിക്കോസ് ഇവിടുത്തെ ഡിഗ്രി 1 ഇവിടുത്തെ ഡിഗ്രി 1, അപ്പോൾ അത് ഹോമോജീനിയസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് f(y/x) എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഓക്കെ, എങ്ങനെ ചിന്തിച്ചാലും ഇതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ഹോമോജീനിയസിലേക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് എക്സിസ്റ്റിംഗ് തന്നെ ഹോമോജീനിയസ് ഫോമിലാണ് കിടക്കുന്നത്. ബട്ട് നമുക്ക് ഇവിടെ അങ്ങനെ അല്ല വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട്. ഓക്കെ, സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം. വിതൗട്ട് ദാറ്റ് യു കനോട്ട് ഡു ദ പ്രോബ്ലം. ഓക്കെ, സോ ദിസ് സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനെ നമ്മൾ റെഡ്യൂസിബിൾ ടു ഹോമോജീനിയസ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് കെ കൊടുക്കുക. എച്ചും കെ ഒക്കെ ഒരു പാരാമീറ്റർ ആണ്. സോ അത് ഓർത്തിരിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച്, വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് കെ. ഇത് മനസ്സിൽ ഇപ്പോഴേ പതിപ്പിച്ചോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിയറി. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ചും വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് കെയും കൊടുക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എക്സിസ്റ്റിങ്ങിനെ ഇയാളെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അതായത് എക്സ് മാറി ക്യാപിറ്റൽ എക്സ് വന്നാൽ ഇവിടുത്തെ ഡെറിവേറ്റീവും ക്യാപിറ്റൽ വൈയിലും ക്യാപിറ്റൽ എക്സിൻ്റെ ടേംസിൽ ആക്കണം. നമ്മൾ വന്ന വഴി മറക്കരുത്, അത് തന്നെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആയിരിക്കും. സോ ഇത് 1 എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡി എക്സ് ഈക്വൽ ടു ഡി ക്യാപിറ്റൽ എക്സും സിമിലർലി ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് dy ഈക്വൽ ടു ഡി ക്യാപിറ്റൽ വൈ ആണ്. ഇത് നിങ്ങൾ മറക്കരുത്, പഠിച്ചു വെച്ചോണം. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് കൊടുത്താൽ ഡി എക്സ് ഈക്വൽ ടു ഡി ക്യാപിറ്റൽ എക്സ്, വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് കെ കൊടുത്താൽ dy ഈസ് ഈക്വൽ ടു
ഡി ക്യാപിറ്റൽ വൈ. ഇനി നമുക്ക് ഇവനെ ഒന്ന് മാറ്റി എഴുതാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഡി ക്യാപിറ്റൽ വൈ ഡിവൈഡഡ് ബൈ ഡി ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച്, വൈയുടെ പ്ലേസിൽ ക്യാപിറ്റൽ വൈ പ്ലസ് കെ മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് വൈ പ്ലസ് കെ. ഇനി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. ബിക്കോസ് വേരിയബിൾസിനെ ഒരുമിച്ച് എഴുതും, പാരാമീറ്റേഴ്സിനെല്ലാം കൂടി മാറ്റി എഴുതും. ഈ എക്സും വൈയും വേരിയബിൾസ് ആണ്, എക്സ് പ്ലസ് വൈ. ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എക്സ് പ്ലസ് എച്ച് പ്ലസ് കെ മൈനസ് 2 അവന്മാരെല്ലാം കൂടി ഒരു ബ്രാക്കറ്റിൽ ഇട്ടു. ഇവിടെ എക്സ് മൈനസ് വൈ വരും പ്ലസ് എച്ച് മൈനസ് കെ. ഈ ഫോമിൽ ഞാൻ മാറ്റി എഴുതി. ഓക്കെ, ഇനിയാണ് അടുത്ത സീൻ വരുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 ഇസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സ്മോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ആൻഡ് സ്മോൾ വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് കെ. അടുത്ത കഥ വരാൻ പോകുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉദ്ദേശം നമുക്ക് നന്നായിട്ടുണ്ട്. ഇതിനെ ഹോമോജീനിയസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം അല്ലേ. ഹോമോജീനിയസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്ന് മിസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. ഈ ഒരു ഭാഗമാണ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവൻ ഇല്ല എങ്കിൽ ഇത് ഹോമോജീനിയസ് ആയി. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ടു റെഡ്യൂസ് ഇറ്റ് ഇൻ ടു ഹോമോജീനിയസ് ഡെഫിനറ്റ്ലി ഈ പാരാമീറ്ററിൻ്റെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 0. അതായത് ഈ പാരാമീറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം, ഈ പാരാമീറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇത് രണ്ടും ഇക്വേറ്റഡ് വിത്ത് 0 ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഓഫ് എച്ച് ആൻഡ് കെ. എച്ചിൻ്റെയും കെയുടെയും 2 ഇക്വേഷൻ കിട്ടും. സോ അൺനോൺ എച്ചും കെയും ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ എച്ച് ഈക്വൽ ടു കെ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്താൽ മതി എച്ച് പ്ലസ് എച്ച് ഈക്വൽ ടു 2, 2h ഈക്വൽ ടു 2, h ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് അവിടെ കിടക്കട്ടെ. ഈ വാല്യൂ നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെക്കുന്നതേ ഉള്ളൂ. സ്റ്റെപ്പ് നമ്പർ 1 ഓർക്കുക. സ്റ്റെപ്പ് നമ്പർ 2, ടു റെഡ്യൂസ് ഇറ്റ് ഇൻ ടു ഹോമോജീനിയസ് വി ആർ ഇക്വേറ്റിംഗ് ദാറ്റ് പാരാമീറ്റർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് 0 ആയി എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുന്നത്. സോ 0 ആയാൽ നമ്മൾ എന്താ പറയുന്നത്? ഡി വൈ ബൈ ഡി എക്സ് എക്സ്പ്രഷൻ റെഡ്യൂസ്ഡ് ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. ഹോമോജീനിയസ് ആയി ബിക്കോസ് അസംഷൻ ബൈ അവർ അസംഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം അല്ലേ? ഇതിനെ എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യും? ഇതിന് ദിസ് ഈസ് ഹോമോജീനിയസ്. ഹോമോജീനിയസ് ആണെന്ന് കണ്ടാൽ ഉടനെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. വൈ ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് വി എക്സ്. സോ നമ്മളിവിടെ പറയുന്നു ദിസ് ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇവിടെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്മോൾ എക്സിൻ്റെ പ്ലേസിൽ ക്യാപിറ്റൽ എക്സും സ്മോൾ വൈയുടെ പ്ലേസിൽ ക്യാപിറ്റൽ വൈ ആണ്. ബാക്കി പ്രോസസ്സ് ഒക്കെ സെയിം തന്നെയാണ്. സെയിം ആസ് ദ യൂഷ്വൽ പ്രൊസീജിയർ ഓഫ് സോൾവിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഡി വൈ ബൈ ഡി എക്സിൻ്റെ പ്ലേസിൽ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. സ്മോൾ എക്സ് അല്ല, ക്യാപിറ്റൽ എക്സ് ആണ്. സോ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വി എക്സ് ബൈ എക്സ് മൈനസ് വി എക്സ്. സോ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് കട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് വി ബൈ 1 മൈനസ് വി. ഹോമോജീനിയസ് മീൻസ് നമ്മളതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കാണ് ആക്കിക്കൊണ്ടുവരുന്നത്. സോ വി ടേമിനെയൊക്കെ ഒരുമിച്ച് എഴുതുക. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വി ബൈ 1 മൈനസ് വി മൈനസ് വി. That is x into dv by dx equal to 1 plus v minus v plus v square divided by 1 minus v. So v cut ചെയ്തു പോയി. So 1 minus v by 1 plus v square into dv equal to dx by capital X. So it's very important. So ഈ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലം ചെയ്യാലോ. This is variable separable form. It can be integrable. That is 1 by 1 plus v square dv ആകും. ഇത് v by 1 plus v square dv ആകും. ഇത് integral dx by x. എല്ലാം സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. സോ 1 by 1 plus v square എന്ന് പറഞ്ഞാൽ tan inverse of v. ഞാൻ വിയുടെ പ്ലേസിൽ ക്യാപിറ്റൽ വൈ ബൈ എക്സ് നേരെ തന്നെ എഴുതുകയാണ്. ബിക്കോസ് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ചെയ്യണം. വി എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് ക്യാപിറ്റൽ വൈ എക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. വൈ ഈസ് ഈക്വൽ ടു വി ക്യാപിറ്റൽ എക്സ് ആണ്. സോ വി ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് വൈ ബൈ എക്സ് മൈനസ് വി ബൈ 1 പ്ലസ് വി സ്ക്വയർ. ഈ 1 പ്ലസ് വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2v ആണ്. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് വിത്ത് 2. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1 by 2 log mod 1 plus v square എന്ന് എഴുതാം. which is equal to log mod x plus c. സോ ഇനിയാണ് കഥ വരുന്നത്. സോ ഈ വിനെയും ആക്ച്വലി നിങ്ങൾക്ക് y by x the whole square എന്ന് എഴുതാം. ഇനിയാണ് ഞാൻ ആ പറഞ്ഞ എച്ചിൻ്റെയും കെയുടെയും വാല്യൂ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി തുടങ്ങിയ അസംഷൻ എന്തായിരുന്നു?
ഫൈനൽ ആൻസർ നമുക്ക് ക്യാപിറ്റൽ വൈയിലും ക്യാപിറ്റൽ എക്സിലും അല്ല കിട്ടേണ്ടത്, സ്മോൾ എക്സിലും സ്മോൾ വൈയിലാണ്. ബിക്കോസ് ഈ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കൊണ്ടുവന്ന ആൾക്കാരാണ്. സോ ദാറ്റ് ഷുഡ് ബി റീപ്ലേസബിൾ വിത്ത് സ്മോൾ എക്സ് ആൻഡ് സ്മോൾ വൈ. ഹൗ? നമ്മൾ യൂഷ്വലി അപ്രോച്ച് ചെയ്ത് എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചു വരണം. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. സോ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എച്ചിൻ്റെ വാല്യൂ ഓൾറെഡി 1 ആണല്ലോ. ഹോമോജീനിയസ് ആക്കി എച്ചും കെയും 1 ആണ്. സോ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ്. സിമിലർലി ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് വൈ മൈനസ് 1 ആണ്. സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ സാധിക്കും. ദാറ്റ് ഈസ് tan inverse of y minus 1 by x minus 1 minus half into log 1 plus y minus 1 by x minus 1 the whole square equal to log of mod x minus 1 plus c. ഇവിടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വളരെ ടാക്ട്ഫുള്ളി ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് അവിടെ ഒരു ആൽഫ ബീറ്റ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ഫോമിലാണോ നമുക്ക് ആൻസർ കിട്ടിയെന്ന് നോക്കണം. ബിക്കോസ് തെറ്റിയാൽ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും ഈ ഒരു ഫോമിലായിരിക്കില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ആൻസർ ഈ ഫോമിൽ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഹാഫ് ലോഗ് ആൽഫ പ്ലസ് ആണ്. ഇവിടെ 1 പ്ലസ് y minus 1 by x minus 1 the whole square സെയിം ഫോമിലാണ് കിട്ടിയത്. പക്ഷേ ഒരു സി ഉണ്ട്. ബിക്കോസ് ഇവിടെ സി ഇല്ല, ഒരു പർട്ടിക്കുലർ സൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് ആൽഫയും ബീറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റെ വാല്യൂ ആണ്. വൈ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദ കോൺസ്റ്റൻറ്റ്? ആക്ച്വലി ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്ത് സി കണ്ടുപിടിക്കുന്ന ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തേ പറ്റൂ. ബിക്കോസ് എൻ്റെ ആവശ്യം നമുക്കില്ല, നമുക്ക് ആൽഫയും ബീറ്റ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു 1. ബീറ്റ 2ഉം ആൽഫ 1ഉം കിട്ടി. ബീറ്റ ഇസ് ഈക്വൽ ടു 2, ആൽഫ ഇസ് ഈക്വൽ ടു 1. നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെ വാല്യൂ ആണ്? ഇറ്റ് ഈസ് 5 ബീറ്റ പ്ലസ് ആൽഫ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 5 ബീറ്റ പ്ലസ് ആൽഫ. 5 ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ 11 വരും. ഓക്കെ, 5 into 2 plus 1. സോ ഇതാണ് ന്യൂമറിക്കലി ചോദിച്ച ക്വസ്റ്റ്യൻ, ഐ മീൻ ഇൻറ്റീജർ ടൈപ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ ഈസിലി റൈറ്റ് ഡൗൺ ദ ആൻസർ ആസ് 11. സോ ഇതാണ് ഈ മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തു, ഒരു PYQ ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നിങ്ങൾ വേഗം ഒന്ന് കമൻറ്റ് ഇട്ടേ. നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഒരു ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ എക്സ് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസേ ഉള്ളൂ. ദ റെസ്റ്റ് തിങ്സ് ആർ വെരി ക്ലിയർ. ഇസ് ഇറ്റ് ഓക്കെ ചിൽഡ്രൻ? നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ മീ. ഓക്കെ, ഈ മെത്തേഡ് പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് PYQയിൽ ഇതുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ PYQ വെരിഫൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കിത് കാണാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം കഴിഞ്ഞിട്ടുണ്ട്, ഹോമോജീനിയസ് ഫോം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പഠിക്കാനുള്ള ഒരൊറ്റ കാറ്റഗറി കൂടി നമുക്കുള്ളൂ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദ തേർഡ് കാറ്റഗറി. ഓക്കെ, അപ്പോൾ സെറ്റ് ആണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. സോ ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആ ഒരു സ്ട്രക്ചർ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം ഇസ് വെരി ഈസി ടു ഡു കേട്ടോ. ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വെറുതെ കാണാപ്പാടം പഠിച്ചേക്കരുത്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ മാത്രമേ പഠിക്കാനുള്ളൂ നിങ്ങൾക്ക്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെക്കൻഡ് ഓർഡർ ഒക്കെ ഉണ്ട്, അതൊക്കെ ഹയർ ക്ലാസ്സിലാണ്, നിങ്ങളുടെ സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് order you have to learn. So it can be either of the following form. രണ്ട് ഫോംസിലാണ് ലീനിയർ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഉള്ളത്. dy by dx plus py is equal to q. ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഈ ഫോം ഞാൻ ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഈ ഫോം ജസ്റ്റ് ഇതിനെ ഒന്ന് കീറി മുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം. എന്താണ് ഈ ലീനിയറിൻ്റെ ഫോം എന്ന് പറയുന്നത്? dy by dx, ഡെറിവേറ്റീവ് dy by dx എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും y ഡിപ്പെൻഡൻറ്റും x ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ് അല്ലേ. p എന്ന് പറയുന്ന ആളുടെ കൂടെ ഇൻറ്റു ചെയ്ത് കിടക്കുന്നത് ആരാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, വിച്ച് ഈസ് ഈക്വൽ ടു q. അപ്പോൾ ഈ pയും qവും എന്താണെന്ന് മനസ്സിലാക്കണം. pയും qവും ഫങ്ഷൻസ് ഓഫ് x alone ഓർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഡെഫിനേഷൻ്റെ കൂടെ തന്നെ പഠിക്കാനുള്ളതാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ക്യാൻ ബി ഓഫ് ദ ഫോം ദീസ് ടു ഫോം. അതിലെ ഫസ്റ്റ് ഫോം ടൈപ്പ് 1 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx plus py is equal to q, where p and q are functions of x alone or constant. Okay, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം,
പിയുടെ കൂടെ എപ്പോഴും ഇൻറ്റു ചെയ്ത് വരുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ആൻഡ് പിയും ക്യൂവും ഫങ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഞാൻ ജനറലൈസ് ചെയ്യാം കേട്ടോ, ഈ ഒരു സ്പെസിഫിക് കേസിൽ ഒതുങ്ങാനുള്ളതല്ല നമ്മുടെ തിയറി. നിങ്ങൾ ജനറലൈസ്ഡ് വേർഷൻ പഠിക്കണം. പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ആൻഡ് പിയുടെ കൂടെ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഞാൻ dx/dy എന്നിട്ടാൽ എൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വൈയുമാണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു പ്ലീസ് കമൻറ്റ് ഫങ്ഷൻ ഓഫ് പിയും ക്യൂവും എന്തിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കും? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ മക്കളെ. വേഗം കമൻറ്റ് ചെയ്തേ. ഫങ്ഷൻ ഓഫ് y, because p and q are always function of independent variable. സോ അപ്പോൾ എനിക്ക് ഇവിടെ സ്പെസിഫിക്കലി എഴുതാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആകാം. p ഇൻറ്റു പിയുടെ കൂടെ എപ്പോഴും ഇൻറ്റു ചെയ്ത് വരേണ്ടത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈക്വൽ ടു q. സോ ഇവിടെ എനിക്ക് പിയും q എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് y ഓർ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. അപ്പോൾ ജനറലി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, dy/dt എന്ന് വന്നാൽ അല്ലെങ്കിൽ dx/dt എന്ന് വന്നാൽ ക്യാൻ യു ഫിൽ ദ റിമൈനിങ് പോർഷൻ ഓഫ് ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy/dt വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പിയും ക്യൂവും ടിയുടെ ഫംഗ്ഷൻ ആയിരിക്കും. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പിയുടെ കൂടെ ഇൻറ്റു ചെയ്യണം. ക്യൂവും ഫംഗ്ഷൻ ഓഫ് ടി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. dx/dt ആണെങ്കിൽ പിയുടെ കൂടെ ഇൻറ്റു ചെയ്ത് വരുന്നത് എക്സ് ആയിരിക്കും. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ക്യൂ ആയിരിക്കും. പിയും ക്യൂവും ഫങ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടി ആയിരിക്കും. മറക്കരുത്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ. ഓക്കെ, സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമുക്ക് വരാം. സോ അതിൻ്റെ തിയറി പറഞ്ഞു. ഇനി ഇതിൻ്റെ സോൾവിങ് മെത്തേഡ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ ടു സോൾവ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഓക്കെ, സോൾവിങ് മെത്തേഡ്. ഇവിടെ നിങ്ങളൊരു പ്രത്യേക ഒരു പാരാമീറ്ററിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു പർട്ടിക്കുലർ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അതെന്താ ഫാക്ടർ പറയാമോ? എനിബഡി എൽസ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കണം. ആ പാരാമീറ്റർ എന്താ? ആ പാരാമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു e⁻⁻p ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ടൈപ്പ് 1 ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആണ്. സോ p ഇൻറ്റു dx ആണ്. സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദ ജനറൽ സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, ഈ ഒരു ഫോമാറ്റാണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx. ടൈപ്പ് 1ൻ്റെ ആണ് ഞാൻ എഴുതുന്നത് dx. ദാറ്റ് മീൻസ് ഡിഫറൻഷ്യൽ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഇൻ ദിസ് കേസ് y ഈസ് ദ ഡിപ്പെൻഡൻറ്റ്. സോ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി പ്ലസ് സി എന്ന് വരും. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ നിങ്ങൾക്കൊരു പ്ലസ് സി വരും കേട്ടോ. ഇൻ്റഗ്രേഷൻ കഴിയുമ്പോൾ ഒരു സി വരും. സോ അത് ഓർത്തിരിക്കുക, ജനറൽ സൊല്യൂഷൻ. ഇതുപോലെ തന്നെ ടൈപ്പ് 2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. അവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e⁻⁻p into dy, because here the independent variable is y ആണ്. So the integration will be proceeding according to the differential of independent variable. So after getting that, the solution, general solution എന്ന് പറയുന്നത് dependent variable into, so here the dependent variable of type 2 is x ആണ്. dx/dy അല്ലേ, x into integrating factor is equal to integral q into integrating factor dy. So this is the solution of the type 2 linear differential equation. Okay, so type 1 and type 2 ലീനിയർ ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ PYQ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ലീനിയറിൻ്റെ ഡയറക്റ്റ് മെത്തേഡും അല്ലാത്ത കുറേ ഫോംസ് ഒക്കെ ഉണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്,
ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെഡ്യൂസബിൾ ടു ലീനിയർ. അതാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ച് വരുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ NCERT-യിലൊന്നും ഇല്ലാത്തൊരു കൺസെപ്റ്റാണത്. ബട്ട് ഇതിൻ്റെ ഒരു ടൈപ്പ് 1 ടൈപ്പ് 2 നമ്മൾ പഠിച്ചുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ തിയറി ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓരോ ടൈപ്പിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം. സോ ഫസ്റ്റ് എക്സാമ്പിൾ, സോൾവ് dy/dx + 2y tan x = sin x. എങ്ങനെയാണ് മക്കളെ ഇത് ചെയ്യുന്നത്? dy/dx ലീനിയർ ആണോ എന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും dy/dx കഴിഞ്ഞിട്ട് ഒരു പ്ലസോ മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലീനിയറിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, സോ അതൊക്കെ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതൊക്കെ ഒരു കാപ്പബിലിറ്റി ഒക്കെ കിട്ടുള്ളൂ. എങ്ങനെ കണ്ടാൽ ഇത് എന്താകാനുള്ള ചാൻസ് ആണുള്ളതെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് വേണം. സോ dy/dx കഴിഞ്ഞ് പ്ലസ്, അപ്പോൾ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണുള്ള ചാൻസ് ആണ്. അപ്പോൾ dy/dx കണ്ടതുകൊണ്ട് തന്നെ y വെച്ച് ഇൻറ്റു ചെയ്യുന്ന ടേം ഉണ്ടോ എന്ന് നോക്കണം. y വെച്ച് ഇൻറ്റു ചെയ്യുന്ന ടേം ഉണ്ട്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, dy/dx + 2 tan x × y = sin x. ഇതിപ്പോൾ ടൈപ്പ് 1 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമുല എടുക്കണേ. ഇത് പിയും ഇത് ക്യൂവും. പി ആൻഡ് ക്യൂ ആർ ദ ഫംഗ്ഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ്. വൈ വെച്ച് ഇൻറ്റു ചെയ്യുന്ന ഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻറ്റു ചെയ്ത ടേമാണ് പി അല്ലേ. അപ്പോൾ സ്ട്രക്ചർഡ് ഓക്കെ ആണ്. സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് e⁻∫ p × dx, ദാറ്റ് ഈസ് e⁻∫ 2 tan x dx, ദാറ്റ് ഈസ് e⁻∫ tan x ൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾക്കറിയാം ലോഗ് മോഡ് സീക്ക് എക്സ് ആണ്, e⁻2 log സീക്ക് എക്സ്. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, e⁻log സീക്ക് സ്ക്വയർ എക്സ്. ദെൻ ഇയും ലോഗും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് കിട്ടാൻ പോകുന്നത് സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ സീക്ക് സ്ക്വയർ എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ സ്ട്രക്ചർ വി നോ ദാറ്റ്. ദെയർഫോർ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യണം sin x × q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ × dx, ഡിഫറൻഷ്യൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ sin x × സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1/cos² x ആണ്. അപ്പോൾ sin x/cos x എന്നും എഴുതാം, ഇൻറ്റു ഒരു 1/cos x എന്നും എഴുതാം. So this can be written as tan x × sec x ആണ്. So that is the standard integral sec x tan x dx. Sec x tan x dx എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ sec x. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇടാൻ മറക്കരുത്. സോ y × sec square x is equal to sec x plus c will be the solution of the given linear type 1 differential equation. Hope it is clear for you. So ഇത് ഓക്കെ അല്ലേ? ഓക്കെ, ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നൊക്കെ ഉള്ളത്. സോ നമുക്ക് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതാം. ഇനി ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യാം നമുക്ക്. സോ എക്സ് + 2y³ × dy/dx = y. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ജെയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഓൾവേസ് വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് dy/dx. dy/dx അതിനകത്ത് ഉണ്ടെങ്കിൽ ആ dy/dxൻ്റെ കൂടെ കോയിഫിഷ്യൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. സോ ഇതിനകത്തുനിന്ന് നമ്മൾ dy/dx എന്ന് പറയുന്ന എക്സ്പ്രഷൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് dy/dx = y/x + 2y³ എന്ന് എഴുതും. ഇവിടെ വെച്ചിട്ടാണ് നിങ്ങളൊരു പുതിയ സിറ്റുവേഷൻ പരിചയപ്പെടുന്നത്. ഇതൊക്കെ ഓരോരോ സാഹചര്യങ്ങളാട്ടോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. നമ്മളൊരു സോൾവിങ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് പോകണം. ദിസ് ഈസ് നോട്ട് എ സിംപ്ലിഫൈഡ് ഫോം. അത് റെഡ്യൂസബിൾ ഫോം ആകണമെങ്കിൽ അത് തിരിഞ്ഞു കിടന്നാൽ a/b + c ആണോ b + c/a ആണോ റെഡ്യൂസബിൾ ഫോം? ഡെഫിനറ്റ്ലി ഈ ഫോം ആയിരിക്കും. സോ അപ്പോൾ ഇത് കിടക്കുന്നത് ഫസ്റ്റ് ഫോമാണ് a/b + c. അപ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല, അതിനെ നമ്മൾ തലതിരിക്കണം അല്ലേ. സോ അപ്പോൾ ഇവിടെ തിരിക്കുമ്പോൾ നമ്മൾ ഇവിടെയും തിരിച്ചേ പറ്റുള്ളൂ. സോ റെസിപ്രോക്കൽ രണ്ട് സൈഡിൽ പഠിക്കേണ്ടി വരും. dx/dy is equal to x + 2y³ because in order to proceed the problem it should be in the reducible form. So we can write it in this form. So we can write it as dx/dy is equal to, ഇതിനെ ബ്രേക്കപ്പ് ചെയ്യാം, ഡികമ്പോസ് ചെയ്യാം, x/y + 2y². See children, ഇവിടെ dx/dy വന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ലീനിയർ ആകണമെങ്കിൽ എക്സ് വെച്ച് ഇൻറ്റു ചെയ്യുന്നൊരു ടേം വേണം. ഇത് ഇവിടെ കിടപ്പുണ്ട്. സോ ഇതിനെ നമുക്ക് dx/dy - x/y is equal to 2y² എന്ന് എഴുതാം. സോ ഇതിപ്പോൾ ടൈപ്പ് 2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായി. ടൈപ്പ് 2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. p എന്ന് പറയുന്നത് -1/y ആണ്. സോ വാട്ട് ഈസ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e⁻∫ -1/y dy, that is 1/y എന്ന് വരും. e⁻log y. സോ മൈനസ് ലോഗ് വൈനെ ലോഗ് y⁻1 എന്ന് എഴുതാം. ഈ ലോഗും കട്ടായി പോയി y⁻1 will be the integrating factor. y⁻1 is nothing but what? 1/y. Okay, so ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഓഫ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ ജനറൽ സൊല്യൂഷൻ? x into dependent variable അവിടെ x ആണ്, because here the derivative present in the differential equation is dx/dy. x is dependent, y is independent. So the general solution will be written in the form dependent variable into integrating factor is equal to integral
Q എന്ന് പറയുന്നത് സേ ഇവിടെ കിടക്കുന്ന ആൾ 2y² ഫ്രം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദ Q ഇൻറ്റു dy, ദാറ്റ് ഈസ് x/y ഈസ് ഈക്വൽ ടു 2y², വൈയും കട്ട് ചെയ്ത് പോയി 2 വരും. സോ ഇറ്റ് ഈസ് y²/2 പ്ലസ് c. സോ 2 ഇൻറ്റും കട്ട് ചെയ്യാം. x/y is equal to y² plus c or x is equal to y³ plus cy എന്ന് എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. Here x is a function of y ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ because we dealt with the derivative dx/dy. There x is dependent, y is independent. Always after solving the differential equation we are getting the dependent variable in terms of the independent variable. Okay, അപ്പോൾ x is a function of y ആയിട്ട് കിട്ടി. So our answer is correct. So നമുക്ക് അടുത്ത ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് പോകാം. ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെഡ്യൂസബിൾ ടു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ചില കേസുകളിൽ ഡയറക്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലായിരിക്കില്ല കിടക്കുന്നത്. ഇത് ഇങ്ങനൊരു ഫോമിൽ കിടക്കാറുണ്ട്. ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു, നല്ല ട്വിസ്റ്റിംഗ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ തിയറി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം dy/dx plus py equal to q into y raised to n, where p and q are functions of x is called Bernoulli's equation. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. ഈ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലീനിയർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും dy/dx py ഇതുവരെ ഓക്കെയാണ്, ഈക്വൽ ടു q വരെ ഓക്കെയാണ്. പക്ഷേ ക്യൂയുടെ കൂടെ ഒരു എക്സ്ട്രാ ഒരാൾ കയറി വന്നു, y raised to n കയറി വന്നു. ഈ y raised to n കയറി വന്നപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ടൈപ്പ് 1ൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം q മാത്രമേ വരാൻ പാടുള്ളൂ, അവിടെ y raised to n വന്നു. അപ്പോൾ അതെന്ത് ഫോമിലേക്ക് വരില്ല? അത് ടൈപ്പ് 1 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരില്ല. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിക്കുകയാണ് ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരെണ്ണം അല്ല കേട്ടോ ഉള്ളത്, dy/dx വെച്ചിട്ടുള്ളതുണ്ട്, dx/dy വെച്ചിട്ടുള്ളതുണ്ട്. സോ അപ്പോൾ dx/dy വെച്ചിട്ടുള്ളത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരെണ്ണം വെച്ച് പറയുന്നുള്ളൂ, dx/dy പ്ലസ് px ഈക്വൽ ടു q ഇൻറ്റു ഇത് x raised to n ഫോമിൽ വരും. സോ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിട്ട് അതാണ് പക്കാ തിയറി. സോ ഇതിൻ്റെ വൈസ് വേഴ്സ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി, വേറൊരു വേർഷൻ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബെർണോളി ഇവിടെയും വന്നു. ഫിസിക്സിലാണ് ബെർണോളി കേട്ടിരിക്കുന്നത് അല്ലേ? ബെർണോളിനെ അങ്ങനെ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ലടാ. ഓക്കെ, സോ അപ്പോൾ ഈ ബെർണോളിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിൻ്റെ സോൾവിങ് സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോൾവിങ് സ്ട്രക്ചർ പഠിച്ചാൽ സംഗതിയൊക്കെ വേഗം തീരും. കമ്മിങ് ടു ദ പ്രോബ്ലം. സോ അതിനൊരു പ്രത്യേക ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ സോൾവിങ് ചെയ്യുന്നത്. ബെർണോളിസ് ഇക്വേഷൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പക്ക ലീനിയർ ആയിട്ട് നിൽക്കും, റൈറ്റ് ഹാൻഡ് സൈഡ് ലീനിയറിൻ്റെ സ്ട്രക്ചർ ഔട്ട് ആവും. സോ അതാണ് ബെർണോളിസ് ഇക്വേഷൻ. ഈ ഫോമിൽ കിടക്കും, y/y², y³ y raised to 4 ഒക്കെ കയറി വരും. ഓക്കെ, സോ അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്? തിയറി ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എന്താണോ പ്രശ്നം, ഈ ക്യൂവിൻ്റെ കൂടെ വന്ന ആളെ വെച്ച് ഫുൾ അങ്ങ് ഡിവൈഡ് ചെയ്യുക ഡിഫറൻഷ്യൽ ഇക്വേഷനെ. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനൊരു ഫോം ആയിരിക്കും. അതായത് ടോട്ടൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y raised to n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ y raised to -n ഇൻറ്റു dy/dx p ഇൻറ്റു y raised to 1 - n ഈക്വൽ ടു q. അടുത്ത ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം. ഫോർ ഡൂയിങ് ദ പ്രോബ്ലം യു ഹാവ് ടു മേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ പിയുടെ കൂടെ തുടക്കത്തിൽ വന്ന ഈ y ഫംഗ്ഷന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇത് പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിക്കോസ് തിയറി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളെ ബോറടിപ്പിക്കാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് തന്നെ ബൈ ഡൂയിങ് ദ പ്രോബ്ലം ഐ വിൽ ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു സോൾവ് ദ ബെർണോളിസ് ഇക്വേഷൻ. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. സി ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx plus 1/x into y equal to y², isn't it? സോ ഇവിടം വരെ ഇത് സ്ട്രക്ചർ ഓക്കെയാണ്. ഇവിടെ ഇത് ഈക്വൽ ടു 1 ആണെങ്കിലും പ്രശ്നമില്ല, നമുക്കത് ലീനിയർ കാറ്റഗറി പോയനെ ബിക്കോസ് q1 ആകാം. ബട്ട് അവിടെ y raised to n ഫോം വന്നു. സോ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് നമ്പർ 1 ഡിവൈഡിങ് വിത്ത് y raised to n. ഇവിടെ y² ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് y raised to -2 ഇൻറ്റു dy/dx പ്ലസ് 1/x ഇൻറ്റു y raised to -1 ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഈ വരുന്ന പീൻ്റെ കൂടെ വരുന്ന ഈ y ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് y raised to -1 ഈക്വൽ ടു t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y raised to -1 ഈക്വൽ ടു t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നമുക്ക് അതിനകത്തുനിന്ന് ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. സോ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ -1 y raised to n ഫോമാണ്. y raised to -2 ഇൻറ്റു dy/dx ഈക്വൽ ടു dt/dx. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് y raised to -2 ഇൻറ്റു dy/dx ഈക്വൽ ടു -dt/dx എന്ന് കിട്ടും. ആക്ച്വലി ഇതിവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ്. ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. അതെ, ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു
എന്താ പറയുക പ്രത്യേക ഒരു നേച്ചറാണത്. നിങ്ങൾ ഇവിടെ ഉള്ള ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ ബ്രിങ് ദ ഫസ്റ്റ് ടേം വിത്ത് ദാറ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഡി ടി ബൈ ഡി എക്സ് പ്ലസ് 1/x ഇൻറ്റു ടി ഈക്വൽ ടു 1. ഞാൻ പറഞ്ഞിരുന്നു ഡെറിവേറ്റീവിൻ്റെ കൂടെ നെഗറ്റീവ് സൈനോ കോയിഫിഷ്യൻ്റോ വരുന്നത് സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ അല്ല. സോ അത് മാറ്റണം. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി ടി ബൈ ഡി എക്സ് മൈനസ് 1/x ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു -1. ഇത് നോക്കിക്കേ, ഇയാളാരാ? ഡി ടി ബൈ ഡി എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിറ്റി, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് അല്ലേ. പി എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷൻ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻറ്റു ചെയ്യുന്ന ടേം ഉണ്ട് ടി ഇൻറ്റു ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻറ്റ്. ഇതിപ്പോൾ എന്ത് ഫോമിലാണ്? ദിസ് ഇസ് ടൈപ്പ് 1 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കണ്ടോ, ബെർണോളീസിൻ്റെ ആ ഒരു കാറ്റഗറിയിലുള്ള സിംപ്ലിഫിക്കേഷൻ ചെയ്തപ്പോൾ ഇറ്റ് റെഡ്യൂസ് ഇറ്റ് ഇൻ ടു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡു ഇറ്റ് ബൈ യൂഷ്വൽ മാനർ. ഇത് യൂഷ്വൽ മാനറിൽ എങ്ങനെയാണോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. സോ ഹിയർ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. പി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് പി എന്ന് പറയുന്നത് -1/x. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഇ റൈസ് ടു -1/x dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു -log x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/x എന്ന് കിട്ടും. സോ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹിയർ ടി ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ എന്ന് പറയുന്നത് -1 ആണ് ഇൻറ്റു 1/x dx എന്ന് വരും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ടി എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊണ്ടുവന്ന ഒരാളാണ്. ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ y റൈസ് ടു -1 ആയിരുന്നു ഇൻറ്റു 1/x ഈക്വൽ ടു ദിസ് ഇസ് -log x പ്ലസ് സി. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ y raised to -1 എന്ന് വെച്ചാൽ 1/y into x equal to -log x plus c. So this is the general solution of the given Bernoulli's differential equation. ഇതിൻ്റെ സോൾവിങ് സ്ട്രക്ചർ പഠിച്ചാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കാം. ഈ ലാസ്റ്റ് പ്രിപ്പറേഷൻ മിനിമം എത്ര ക്വസ്റ്റ്യൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം? അതുപോലെ ഓരോരുത്തർ ഡിപ്പെൻഡ്സ് ഓൺ യുവർ കാപ്പബിലിറ്റി. ആസ് മച്ച് ആസ് യു ക്യാൻ എന്നേ എനിക്കിപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ജനറൽ തിയറി. ജനറൽ തിയറി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിടാം. ജനറൽ തിയറി എന്ന് പറയുമ്പോൾ y raised to n വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ജനറൽ തിയറി. ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട. dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഇൻറ്റു y raised to n. ഫസ്റ്റ് y raised to n വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ y raised to -n ഇൻറ്റു dy ബൈ ഡി എക്സ് പ്ലസ് പി ഇൻറ്റു y ബൈ y raised to n ഈക്വൽ ടു ക്യൂ വരും. y ബൈ y raised to n എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് p ഇൻറ്റു y raised to n-1. സോ y raised to 1 - n ന്യൂമറേറ്ററിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y raised to 1 - n നെ t ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇയാളെ ഡെവലപ്പ് ചെയ്യണം. ഫസ്റ്റ് ടേമിനെ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യണം. സോ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ 1 - n dy ബൈ ഡി എക്സ് 1 - n ഇൻറ്റു y raised to 1 - n -1 into dy by dx equal to dt by dx എന്ന് വരും. So that is 1 - n into y raised to -n into dy by dx equal to dt by dx. നമ്മളെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഈ 1 - n എന്നുള്ളത് നമ്പർ ആയിട്ട് വരും കേട്ടോ. സോ നേരത്തെ തിയറി ചെയ്തപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ -1 ആയിട്ടാണ് വന്നത്. സോ y raised to -n into dy by dx ൻ്റെ ഒരു എക്സ്പ്രഷൻ ഇതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 1 - n into dt by dx. സോ ഇത് നേരെ കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 - n into dt by dx പ്ലസ് p into t ഈക്വൽ ടു q. സോ ഈ കോയിഫിഷ്യൻ്റ് ഉണ്ടാകാൻ പാടില്ല. ത്രൂ ഔട്ട് 1 - n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. dt by dx പ്ലസ് 1 - n into p into t ഈക്വൽ ടു q into 1 - n. ഇത് പ്രോബ്ലം ആകുമ്പോൾ നമ്പർ വരും. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ നിങ്ങൾക്ക് യൂഷ്വൽ മാനറിൽ സോൾവ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇസ് ഇറ്റ് ഓക്കെ? മെൽവിൻ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. ജനറൽ തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ തിയറി. മെൽവിന് ഇസ് ഇറ്റ് ഓക്കെ? ആ തിയറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ തിയറി പറയുമ്പോൾ ചിലർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രോബ്ലം ഇട്ട് പറഞ്ഞത്. തിയറി ഇതാണ് ആക്ച്വലി. എന്താണോ y raised to n, സോ അത് വെച്ച് y raised to n വെച്ച് ചിലപ്പോൾ y³ ആയിരിക്കാം, y² ആയിരിക്കാം. സോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ആ പിയുടെ കൂടെ വരുന്ന y ഫംഗ്ഷനെ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം വിത്ത് ഡെറിവേറ്റീവ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ മെൽവിനെ? സോ നിങ്ങൾക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്കായിരിക്കും കേട്ടോ. മെൽവിനെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഓക്കെ ആണെങ്കിൽ. സോ ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു പണ്ടത്തെ NCERT ആണെങ്കിൽ ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു,
സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ യൂസിങ് ദ റിസൾട്ട് ഓഫ് എക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ NCERT-ൽ അത് ഉണ്ടാവണം എന്നില്ല, ബട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് എക്സാക്ട് ഡിഫറൻഷ്യൽസിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊരു ഷോർട്ട് കട്ട് പോലെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. കുറച്ച് റിസൾട്ടുകളുണ്ട്, ഞാനിവിടെ കുറേ റിസൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിനകത്ത് എടുക്കാം. എല്ലാം കൂടെ പഠിച്ചൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. ജസ്റ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാനൊന്ന് ടിക്ക് ചെയ്യാം. അതൊക്കെ എന്തായാലും മസ്റ്റായിട്ടൊന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇതൊക്കെ JEE മെയിൻസിന് ചോദിച്ച ടൈപ്പ് ഓഫ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ബിക്കോസ് കുറേ ഉണ്ട്. അപ്പോൾ ഈ കുറേ കാണുമ്പോൾ നമുക്ക് പഠിക്കാതിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ. സോ അത്യാവശ്യം ഉള്ളത് മാത്രം പഠിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഒന്ന് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ എക്സാക്ട് ഡിഫറൻഷ്യൽസിൻ്റെ ഐഡിയ ഒന്ന് എഴുതാൻ പറ്റും. ഞാൻ പറയാം, ഈ D(xy) എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഇത് വെച്ച് സോൾവ് ചെയ്യുന്നതെന്നുള്ളതും ഇത് ആക്ച്വലി ഒരു ഷോർട്ട് കട്ട് ടൂളാണ്. സോ എങ്ങനെയാണ് ഇത് വെച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്നും 1-2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ D(xy) എന്നുള്ളത് ഇവിടെ ഞാൻ റിസൾട്ട് എഴുതിയിരിക്കുന്നത് x(dy + y(dx) ആണ്. ആക്ച്വലി പ്രോബ്ലത്തിൽ ഇവനെ ആയിരിക്കും കാണുന്നത്, നമ്മൾ ഇങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തിരിച്ചാണ് ആക്ച്വലി പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാലും റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് തിരിച്ചായിരിക്കും. ക്വസ്റ്റ്യനിൽ ഇതായിരിക്കും കാണുന്നത്, നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇവൻ്റെ പ്ലേസിൽ ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എങ്ങനെ കിട്ടി എന്നുള്ളത് പറയാം. ഇപ്പോൾ D(xy) എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് xy. ഡിഫറൻഷ്യൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് അത്ര വശമില്ല, ബട്ട് ഡെറിവേറ്റീവ് എന്നുള്ള കണ്ടക്സ്റ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് xy ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഡക്റ്റ് റൂള്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ ഓഫ് xy എന്ന് പറഞ്ഞാലും പ്രോഡക്റ്റ് റൂള് എന്ന് തന്നെ വെച്ചോ. എന്നിട്ട് നിങ്ങൾ ഡെറിവേറ്റീവ് എന്ന് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഡിഫറൻഷ്യൽ എന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ D(xy) എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ എങ്ങനെ പറയും? ഡിഫറൻഷ്യൽ ഓഫ് ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അങ്ങനെയാണ് ഈ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ അപ്പോൾ റിസൾട്ട് വെച്ച് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ റിസൾട്ടൊക്കെ അത്യാവശ്യം എപ്പോഴും യൂസ് ചെയ്യുന്ന കേട്ടോ. D(x/y) എന്താണെന്ന് നോക്കുക. കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം ഡിഫറൻഷ്യൽ ഓഫ് x മൈനസ് x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിന് പകരം ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡെറിവേറ്റീവിൻ്റെ പ്ലേസിൽ ഡിഫറൻഷ്യൽ യൂസ് ചെയ്താൽ മതി ബൈ ഡിനോമിനേറ്ററിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇതേപോലെയുള്ള റിസൾട്ടുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഈ ഡിഫറൻഷ്യലും ഇൻ്റഗ്രലും തമ്മിലൊരു ബന്ധമുണ്ട്. ദേ ആർ ഇൻവേഴ്സ് ആണ്. സി, ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ ഇതും കട്ട് ചെയ്ത് ആൻസർ x+c എന്നല്ലേ നമ്മൾ എഴുതണേ. സോ ദാറ്റ് മീൻസ് ദേ ആർ ഇൻവേഴ്സ് ടു ഈച്ച് അതർ. ഇൻ്റഗ്രലിൻ്റെ അകത്ത് d വന്നാൽ ദേ വിൽ ബി ക്യാൻസൽഡ് ഈച്ച് അതർ ആൻഡ് ആൻസർ വിൽ ബി ഗെറ്റിംഗ് ആസ് x+c. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. സോ അപ്പോൾ ഒരു ഇൻ്റഗ്രലിൻ്റെ അകത്ത് ഒരു D(xy) വന്നാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് xy+c എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇവരും കട്ട് ചെയ്ത് പോകും എന്ന് മനസ്സിൽ വെച്ചോ. സോ xy+c എന്ന് വരും. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷനിൽ ഡിഫറൻഷ്യലിൻ്റെ തിയറി യൂസ് ചെയ്താൽ പെട്ടെന്ന് പ്രോബ്ലം ടെർമിനേറ്റ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ്ലി വേറെ രീതിയിലും ചെയ്യാം, ബട്ട് ഞാൻ എങ്ങനെയാണ് ഡിഫറൻഷ്യലിൻ്റെ തിയറി വെച്ച് എക്സാക്ട് ഡിഫറൻഷ്യലിൻ്റെ തിയറി വെച്ച് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സോ ഇവിടെ x(dy - y)dx അല്ലേ. അപ്പോൾ ഈ x(dy - y)dx എന്ന് പറയുന്ന ടേം നിങ്ങളിത് ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട്. അതുണ്ടോ? x(dy - y)dx. പക്ഷെ അതിൻ്റെ കൂടെ ആരോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവനെ D(y/x) എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഒരു ബൈ x² ഉണ്ടെങ്കിൽ ഇവനെ നമുക്ക് D(y/x) എന്ന് എഴുതാം. അപ്പോൾ എൻ്റെ സ്റ്റെപ്പ് നമ്പർ 1 അത് തന്നെയാണ്. ഇവിടെ ഒരു x² കൊണ്ടുവരിക. ഓക്കെ, സോ അപ്പോൾ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് വിത്ത് x². സോ എനിക്ക് ഇവനെ ഇങ്ങനെ എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇവനെ എനിക്ക് D(y/x) എന്ന് എഴുതാം. ഇവനെ ഞാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നേരെ അപ്പുറത്തേക്ക് വിട്ടു. √x² - y² ബൈ x² ഇൻറ്റു dx. പക്ഷേ ഇവനൊരു പ്രത്യേക രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. D(y/x) ഈസ് ഈക്വൽ ടു ഒരു എക്സിനെ ഞാൻ ഇവിടെ നിർത്തി. √x² - y² ഡിവൈഡഡ് ബൈ എക്സ്. ഒരു എക്സിനെ ഞാൻ dxൻ്റെ കൂടെ എഴുതി. സോ ഇയാളെ എനിക്ക് ഈ എക്സിനെ റൂട്ടിനകത്തേക്ക് കടത്തി വിട്ടാൽ D(y/x) ഈസ് ഈക്വൽ ടു √1 - y² ബൈ x² എന്ന് എഴുതാം. ബിക്കോസ് എക്സ് റൂട്ടിനകത്ത് കയറുമ്പോൾ x² ആകും. ഇൻറ്റു dy/dx ഇൻറ്റു dx/x ഇൻറ്റു dx/x. ഇങ്ങനെ എഴുതാലോ. സോ ഇവിടെ എനിക്ക് ഈ റൂട്ടിനകത്ത് കിടക്കുന്നത് ഫംഗ്ഷൻ ഓഫ് y/x ആണ്. ദാറ്റ് ഈസ് √1 - y/x ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dx/x. അതാത് ഫംഗ്ഷൻ അതാത് ഡിഫറൻഷ്യലിൻ്റെ കൂടെ കിടന്നാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്.
this is a function of y by x. Here you can see the differential of y by x. ഇവിടെ dx ഉം ഇതൊരു x ആയിരുന്നെങ്കിൽ നിങ്ങൾ നേരെ ഈ ഫംഗ്ഷൻ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുതന്നെ. ഇവിടെ d of y by x ഉം ഇത് function of y by x ഉം. So we can separate the variable with respect to the differential. So we can transpose this term to the left hand side. Then we can convert it into variable separable form. So d of y by x ന്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുവന്നാൽ രണ്ടുണ്ട് ഗുണങ്ങൾ. റൈറ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ്ലി എന്താകും? x function ആകും. ഇത് d of y by x with y by x function. That means ഇതിനെ നമുക്ക് variable separable form എന്ന് വിളിക്കാം. ഓക്കെ, സോ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ഓഫ്, ഇതിപ്പോൾ ശരിക്കും ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിയനെ? ഡി എക്സ് ഉണ്ടെങ്കിൽ എക്സ് ഫംഗ്ഷൻ, ഇപ്പോൾ ഡി ഓഫ് വൈ ബൈ എക്സ് ഉണ്ടെങ്കിൽ വൈ ബൈ എക്സ് ഫംഗ്ഷൻ ഇവിടെ വന്നു. സോ നിങ്ങൾ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അതാത് ഫംഗ്ഷൻ അതാത് ഡിഫറൻഷ്യലിൻ്റെ കൂടെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് എക്സ് പ്ലസ് സി. സോ ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഈസ് വൺ എക്സാമ്പിൾ. JEE മെയിൻസിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അടുത്ത ക്വസ്റ്റ്യൻ, this is that question. If the solution y of x of the differential equation e raised to y plus 1, differential equation ഇതാണ്, e raised to y plus 1 cos x dx plus e raised to y sin x dy equal to 0, which is passes through the point pi by 2 0, then the value of e raised to pi by 6. സോ അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനകത്തുനിന്ന് e raised to y of pi by 6. y of pi by 6 എന്ന് പറഞ്ഞാൽ എന്താ? What is the value of y when x equal to pi by 6? ഓക്കെ, ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്തുനിന്ന് യൂഷ്വലി നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങൾ ഈ പ്രോബ്ലം മേ ബി ഈ dy by dx വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. dy by dx കണ്ടുപിടിച്ചിട്ട് യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. എക്സാക്ട് ഡിഫറൻഷ്യൽസിൻ്റെ ടേംസിൽ നമുക്ക് ഈ പ്രോബ്ലം വേഗം തന്നെ ചെയ്തു വിടാൻ പറ്റും. സോ യു ക്യാൻ സേവ് യുവർ പ്രിഷ്യസ് ടൈം. ഇയാളെ എനിക്കിത് ഇങ്ങനെ എഴുതിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? e raised to y plus 1 into sin x എന്ന് എഴുതിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇയാളെ എനിക്ക് ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്? ഇവിടെ എനിക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. e raised to y plus 1 into sin xൻ്റെ ഡെറിവേറ്റീവ് cos x ഇൻറ്റു എനിക്ക് dx പ്ലസ് sin x ഇൻറ്റു e raised to y plus 1 ഇൻറ്റു differential of y. So this function can be written in this form, d of e raised to y plus 1 into sin x. So this is the expression for the given differential equation. എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് അത് ഓർമ്മ വരില്ല, ബിക്കോസ് പ്രോബ്ലം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്ക്, ഇങ്ങനെ ഒരു എക്സാക്ട് ഡിഫറൻഷ്യലിനെ പറ്റി അറിയുന്ന കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ഇങ്ങനെ ഓരോ ക്വസ്റ്റനും നിങ്ങൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ. നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കണം. സോ അപ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതിന് പക്ക ഒരു എക്സാമ്പിളാണ് ഈ ചാപ്റ്റർ. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം എക്സ്പോഷേഴ്സ് കിട്ടും, അത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡിയും ഇൻ്റഗ്രലും കൂടി ഒരുമിച്ച് വന്നാൽ എന്താ സംഭവിക്കുന്നത്? സോ ഇൻ്റഗ്രൽ 0 എന്ന് പറയുന്നത് അപ്പുറത്തത് വിത്ത് റെസ്പെക്ട് ടു എനിത്തിങ് ആയിക്കോട്ടെ സി ആയിട്ട് വരും. സോ ഇൻ്റഗ്രലും ഡിയും കട്ട് ചെയ്ത് പോയിട്ട് ഇറ്റ് ഈസ് e raised to y plus 1 into sin x which is equal to എന്ത് വരും? കോൺസ്റ്റൻറ്റ്. കണ്ടോ? e raised to y plus 1 into sin x is equal to cos x. So this is your general solution. But നമുക്ക് general solution അല്ല വേണ്ടത്, particular solution ആണ് വേണ്ടത്. Because the curve is passing through the point pi by 2 0. pi by 2 0 എന്ന് പറഞ്ഞാൽ y യുടെ വാല്യൂ 0 ആകുന്നു when x is equal to pi by 2. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? yക്ക് 0യും xന് pi by 2 ഇവിടെ കൊടുക്കണം. That is 2 വരും into sin pi by 2. So c യുടെ വാല്യൂ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. നമുക്ക് മൈൻഡിൽ ചെയ്യണം കേട്ടോ, എല്ലാം എഴുതി പിടിപ്പിക്കാനൊന്നും നിൽക്കരുത്, സമയം പോവും. സോ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. വാട്ട് ഈസ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ? e raised to y plus 1 into sin x is equal to 2. നമുക്ക് y of pi by 6 കിട്ടണമെങ്കിൽ we should have y ഫംഗ്ഷൻ അല്ലേ? എക്സിന് pi by 6 കൊടുക്കുമ്പോഴുള്ള വൈയുടെ വാല്യൂ ആണ് y of pi by 6. സോ ഇവിടെ നിന്ന് നമുക്ക് e raised to y plus 1 into y plus 1 can be written as 2 by sin x. So ഇവിടെ നിന്ന് നിങ്ങൾക്ക് e raised to y is equal to 2 by sin x minus 1 എന്ന് എഴുതാം. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് e raised to y of pi by 6 അല്ലേ കുഞ്ഞുങ്ങളെ? സോ y of pi by 6 എന്ന് സ്പെസിഫിക്കലി എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ
when x equal to pi by 6, that is 2 by sin pi by 6 minus 1. Sin pi by 6 1 by 2 ആണ്. So ഇത് 4 minus 2 by 1 by 2 എന്ന് വരും. minus 1, that is 4 minus 1, that is 3. Integer type ചോദിച്ചൊരു question ആണ്. So the answer is 3. Okay. So that is the way we are finding the solution using what? Exact differential theory. Okay. So ഇത് ഞാൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം ചെയ്യാൻ പറ്റി, സമയം സേവ് ചെയ്യാൻ പറ്റി. സിറ്റ് ഓക്കെ. നിങ്ങൾക്കിത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേ. ഓക്കെ. ഓക്കെ, ക്ലിയർ ആയെന്ന് പറയുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒരു വളരെ ബേസിക് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വി ആർ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. പ്രാക്ടീസ് സെഷൻസിലേക്ക് നമ്മൾ പോവാണ്. സോ പ്രീവിയസ് JEE ക്വസ്റ്റൻ ആണ്. ഇത് 2024 തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് സിലബസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് 2024 എക്സാമിനേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് dx by dy is equal to 1 plus x minus y square by y and x of 1 equal to 1, then 5 into x of 2. ഇവിടെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തിയറി നന്നായിട്ട് അറിയുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് എൻ്റെ കാര്യം മനസ്സിലാവും. x of 1 equal to 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? x is equal to ഒരു ഫംഗ്ഷൻ ഓഫ് എന്തായിട്ട് കിട്ടണം? ഇവിടെ നിന്ന് ഐഡിയ കിട്ടണം. dx by dy എന്ന് പറഞ്ഞാൽ x ഡിപ്പെൻഡൻറ്റും y ഇൻഡിപെൻഡൻറ്റും ആണ്. അപ്പോൾ x ഷുഡ് ബി ദ ഫംഗ്ഷൻ ഓഫ് y ആണ്. ഓക്കെ. സോ എക്സിൻ്റെ വാല്യൂ 1 ആകുന്നു വെൻ y is equal to 1. ഇതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ dx by dy ഇട്ട് തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. സോ dx by dy is equal to, ഇതിനെ നമുക്ക് ഡിക്കമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാണ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഐ ക്യാൻ ബ്രേക്ക് ഇറ്റ് ആസ് x by y plus 1 minus y square by y. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു വെച്ചാൽ ഇത് പ്ലസ് ഇത് എന്തായാലും ഹോമോജീനിയസ് അല്ല എന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് JEE ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണോ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ പറയും ദിസ് ഈസ് നോട്ട് വേരിയബിൾ സെപ്പറബിൾ ഫോം ബിക്കോസ് വി കനോട്ട് സെപ്പറേറ്റ് ദ വേരിയബിൾ. എക്സും വൈയും മിക്സിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. ബട്ട് റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ബി f of ax plus by plus c ആയിരിക്കണം. ഹോമോജീനിയസ് ആണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഡിഗ്രി വെച്ച് വെരിഫൈ ചെയ്യുമ്പോൾ ഒട്ടും പറ്റില്ല. പിന്നെ y by x ആയിട്ട് എഴുതാനും പറ്റില്ല, അല്ലെങ്കിൽ x by y ആയിട്ട് എഴുതാനും പറ്റില്ല. പിന്നെയുള്ള കൺസെപ്റ്റ് ലീനിയർ ആണ്. ലീനിയർ എന്ന് പറയുമ്പോൾ ഇവിടെ dx by dy എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ എക്സ് ഇൻറ്റു ചെയ്ത് കിടക്കുന്ന ടേം ഉണ്ടോ നോക്കണം. ഉണ്ടല്ലോ, x by y വരുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് മിസ് ക്വസ്റ്റ്യൻ കാണുന്നു ചാടിക്കയറി എഴുതുന്നു ഈ മിസ്സിന് എന്താ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണോ ഹോമോജീനിയസ് ആണോ എന്ന് പെട്ടെന്ന് നോക്കാൻ പറ്റും. പിന്നെയുള്ള ലീനിയർ കാറ്റഗറി എന്ന് പറയുന്നത് ആ ഡെറിവേറ്റീവ് നോക്കി നമ്മൾ ഡിസൈഡ് ചെയ്യണം. dy by dx ഉണ്ടെങ്കിൽ അത് ടൈപ്പ് 1 പോകാനാണ് ചാൻസ്. അപ്പോൾ y ഇൻറ്റു ചെയ്യുന്ന ടേം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ dx by dy ഉണ്ടാക്കിയാൽ x ഇൻറ്റു ചെയ്യുന്ന ടേം ഉണ്ടെങ്കിൽ നമുക്കതിനെ ലീനിയർ ആക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു ട്രിക്കൊക്കെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് വേണം മനസ്സിലാക്കി എടുക്കാനുള്ളത്. സോ ഇപ്പോൾ ഞാൻ dx by dy ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് x by y കൊണ്ടിരുന്നു. ബിക്കോസ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. 1 minus y square by y. ഇത് എന്ത് ഫോമാണ് കുട്ടികളെ? ദിസ് ഇസ് ടൈപ്പ് 2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ദിസ് ഇസ് ടൈപ്പ് 2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഇവിടുന്ന് p എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എക്സിൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻറ്റു ചെയ്യുന്ന വരുന്ന ആളാണ് p എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. e റൈസ് ടു ഇൻ്റഗ്രൽ -1 by y വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ഡിഫറൻഷ്യൽ വരുന്നത്. e റൈസ് ടു -log y ആണ്. ദാറ്റ് ഈസ് 1 by y എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻറ്റു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു
1 minus y square by y into integrating factor 1 by y into dy. ഈ integration നമ്മൾ perform ചെയ്യണം. So that is 1 minus y square by y square into dy integral. So integral split ചെയ്യാം നമുക്ക്. That is x by y is equal to integral 1 by y square dy എന്ന് split ചെയ്യാം minus 1 into dy എന്ന് split ചെയ്യാം. രണ്ടും standard integral ആണ്. So we can write it as x by y is equal to minus 1 by y minus y plus c. So this is our required general solution. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x of 1 equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് particular solution കണ്ടുപിടിക്കാനുള്ള കേസാണ്. So given x is equal to 1 when y is equal to 1 because നമുക്ക് ഇവിടെ x is a function of y എന്നാണ് കിട്ടുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവനെ ഇങ്ങനെ എഴുതാൻ പറ്റും. x is equal to minus 1 minus y square plus cy. So this is your general solution എഴുതാം because x നെ വേണമെങ്കിൽ നമുക്ക് specifically x of y എന്ന് എഴുതാം because x is a function of y. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്? dx by dy വെച്ചാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്. dx by dy വെച്ച് ഹാൻഡിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? x ഡിപ്പെൻഡൻറ്റും y ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓൾവേസ് വിൽ ബി ദ ഫംഗ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. സോ സ്പെസിഫിക്കലി ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദിസ് വേ. സോ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. x ഈക്വൽ ടു 1 വെൻ y ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എക്സിൻ്റെ വാല്യൂ 1 ആകുന്നു. ദാറ്റ് ഇസ് -1 പ്ലസ് സി. സോ സിയുടെ വാല്യൂ 3. സിയുടെ വാല്യൂ 3 കിട്ടി. അപ്പോൾ ഡയറക്റ്റ്ലി ജനറൽ സൊല്യൂഷന് പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതാൻ പറ്റും. ജി എസിൽ നിങ്ങൾ സിയുടെ വാല്യൂ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -1 minus y square plus 3y. So what they are asking to find in the question, it's an integer question, 5 into x of 2. So we have to find out x of 2. x of 2 എന്ന് പറഞ്ഞാൽ what is the value of x when y is equal to 2? That is -1. Now x of 2 is equal to -1 minus 4 plus 6. That is 6 minus 4 2 2 minus 1 1. So x of 2 1 ആണ്. Therefore 5 into x of 2 എന്ന് പറയുന്നത് ആൻസർ is 5 എന്ന് പറയാൻ പറ്റും. ഓക്കെ. So this is the way we are finding the answer. Hi. So ആരൊക്കെയോ ഹായ് പറയുന്നുണ്ട്. സോ ഹായ് ഹലോ. സോ നമ്മുടെ ആൻസർ 5 ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും 2024 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ജാൻ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. t+1 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 2x പ്ലസ് t+1. ഞാൻ ഒന്നുകൂടി ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. t+1 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 2x പ്ലസ് t+1 ദ ഹോൾ റൈസ് ടു 4 ഇൻറ്റു ഡി ടി. സി ചിൽഡ്രൻ, ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഈ ക്വസ്റ്റ്യന് ഡെറിവേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? dy ബൈ ഡി എക്സ്. ഇവിടെ എക്സ് കാണുന്നില്ല, y കാണുന്നില്ല, പകരം t ആണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഡി എക്സ് ബൈ ഡി ടി ഉണ്ടാക്കണോ ഡി ടി ബൈ ഡി എക്സ് ഉണ്ടാക്കണോ? അത് നമ്മുടെ ആ ഒരു പ്രോബ്ലം ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ആ ഒരു ലോജിക് യൂസ് ചെയ്തുമാണ് ചെയ്യുന്നത്. ഇവിടെ ഡി ടി ബൈ ഡി എക്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവനെ ഇങ്ങോട്ട് വരണം. അത് ഡീകമ്പോസബിൾ ഫോം അല്ല. പകരം നിങ്ങളിവിടെ ഡി എക്സ് ബൈ ഡി ടി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 2x പ്ലസ് t+1 ദ ഹോൾ റൈസ് ടു 4 ബൈ t+1 എന്നാണ് വരുന്നത്. ഇതൊരു ഡീകമ്പോസബിൾ ഫോമാണ്. ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു, ഇതിനെ നമുക്കിങ്ങനെ ബ്രേക്ക് ചെയ്യാം. 2x ബൈ t+1 പ്ലസ് t+1 ദ ഹോൾ റൈസ് ടു 4 ബൈ t+1 എന്ന് പറയുമ്പോൾ t+1 ദ ഹോൾ ക്യൂബ്. ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ അവനെ ഡീകമ്പോസബിൾ ഫോം എന്ന് പറഞ്ഞത്. ഓക്കെ. ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ എനിക്ക് ഓർമ്മയില്ല, നമ്മൾ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ. ഓക്കെ. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ചൂട് പിടിച്ച ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ. സോ ഇയാൾ വേരിയബിൾ സെപ്പറബിൾ ഫോം അല്ല എന്നും അല്ലേ, ഹോമോജീനിയസ് അല്ല എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്. പിന്നെയുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ലീനിയറിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി വന്ന സ്ഥിതിക്ക് ടൈപ്പ് 2 ലീനിയറിലേക്ക് പോകാനാണ് ചാൻസ്. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എക്സ് ഡിപ്പെൻഡൻറ്റും ടി ഇൻഡിപെൻഡൻറ്റുമാണ്. അപ്പോൾ പി എം ക്യൂവും ഇൻ ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കണം. എക്സ് ഇൻറ്റു ചെയ്തൊരു ടേം അവിടെ വേണം, അത് പി ആയിരിക്കണം അല്ലേ. എക്സ് ഇൻറ്റു ചെയ്ത് വരുന്ന ടേം ടി ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ടൈപ്പ് 2ലേക്ക് ആക്കണമെങ്കിൽ
എക്സിൻ്റെ ടേം ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് -2x/t+1 വിച്ച് ഈസ് ഈക്വൽ ടു t+1 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പോൾ ദിസ് ഈസ് ടൈപ്പ് 1, ഇറ്റ്സ് നോട്ട് ടൈപ്പ് 1, ടൈപ്പ് 2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. So where p is equal to -2/t+1 and q is equal to t+1 the whole cube. So p കിട്ടിയാൽ ഉടനെ നമ്മൾക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. e raised to integral -2/t+1 into dt. Differential is always with respect to independent variable. e raised to -2 log mod t+1 എന്ന് എഴുതാം after integration. So that is e raised to log t+1 the whole raised to -2. So answer is, integrating factor is 1/t+1 the whole square. So ഇനി നമുക്ക് general solution എഴുതാം. integrating factor കിട്ടിയാൽ വേഗം general solution എഴുതാം. So x into dependent variable into integrating factor is equal to integral q എന്ന് പറയുന്നത് t+1 the whole cube into 1/t+1 the whole square into dt. That is x divided by t+1 the whole square equal to t+1 the whole square, t+1 the whole square കട്ടായി പോയി t+1 into dt. So integrate ചെയ്യാൻ പാകത്തിനാണ് റൈറ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്നത്. x/t+1 the whole square equal to t²/2 plus t plus c. This is the general solution. So to find out the, വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിൽ ഇവനിങ്ങനെ എഴുതാം. x is equal to t+1 the whole square t²/2 plus t plus c എന്ന് എഴുതാം. This is the general solution. Particular solution അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് x(0) 2 എന്ന് കൊടുത്തിട്ടുണ്ട്. x(0) 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ മക്കളെ? എക്സിൻ്റെ വാല്യൂ 2 ആകുന്നു വെൻ y അല്ല, അവിടെ x is a function of t ആണ്, വെൻ t is equal to 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആകുന്നു വെൻ t is equal to 0. t 0 കൊടുത്തേ, അപ്പോൾ ഇത് 0 + 1, ഇത് 1 ആയി, ഇത് 0/2, അപ്പോൾ c plus c. അപ്പോൾ സിയുടെ വാല്യൂ 2 ആയിട്ട് കിട്ടുന്നു, വിച്ച് ഇംപ്ലൈസ് c is equal to 2. c 2 എന്ന് കിട്ടിയാൽ x can be written as, this is the particular solution, x is equal to t+1 the whole square into t²/2 plus t plus 2. So this is your particular solution. So particular solution കിട്ടിയാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. x of 1 കണ്ടുപിടിക്കണം. x of 1, to get x of 1 എന്താണ്? Replace x is a function of t. x of 1 എന്ന് പറഞ്ഞാൽ, therefore x of 1 എന്ന് പറഞ്ഞാൽ replace the value of t with 1. x is a function of t. x of 1 means replace t with 1. That is 1 plus 1 the whole square, that is 2 square into 1/2 plus 1 plus 2. That is 4 into 3 plus 1/2. That is 7/4 into 7/2. That is 40. അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. സോ ഇത് ഇൻറ്റീജർ ടൈപ്പിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഇസ് 14. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ കണ്ടോ, 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, 2ഉം ലീനിയറിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സർക്കിൾസിൻ്റെ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമ്മുടെ സാബു സാർ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം. സാറ് നന്നായിട്ട് സർക്കിൾസ് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരും. സോ ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാ ചാപ്റ്ററും JEE എക്സ്പ്രസ് ഷുവർ ഷോട്ടിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണുക കേട്ടോ. ബി സീരിയസ്. അപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി. പ്രോബ്ലംസ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് ദ സൊല്യൂഷൻ കർവ് y is equal to y of x. y is equal to y of x എന്ന് പറഞ്ഞാൽ y is a function of x എന്നുള്ള അർത്ഥത്തിലാണ്. ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. That is 1 plus y square into 1 plus log x to the base e into dx plus x dy equal to 0. ഇതിൻ്റെ സൊല്യൂഷൻ കർവ് പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് 1 1. അപ്പോൾ പർട്ടിക്കുലർ കേസ് ആണ്. പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി.
y ഓഫ് ഇ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കിട്ടിയതെങ്കിൽ എന്താണ് ആൽഫ പ്ലസ് 2 ബീറ്റ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം കണ്ടുവരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ലൊക്കേറ്റ് ടു ഐഡൻറ്റിഫൈ ദ വാല്യൂ ഓഫ് ആൽഫ ബീറ്റ. ഇവർ തന്നെ സൊല്യൂഷൻ്റെ ആ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. y ഓഫ് ഇയുടെ ഫോം ഇങ്ങനെ ഇരിക്കും. എന്താണ് ആൽഫ എന്താ ബീറ്റ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യൂ, എന്നിട്ട് യു ഇവാലുവേറ്റ് ആൽഫ പ്ലസ് 2 ബീറ്റ. അപ്പോൾ നമ്മളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താലേ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനിവേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് പർട്ടിക്കുലർ സൊല്യൂഷൻ വരെ കിട്ടിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചിന്തിച്ചാൽ മതി. എനിവേ നമ്മുടെ കയ്യിലോട്ട് y ഓഫ് എക്സ് കിട്ടണം എങ്കിലല്ലേ y ഓഫ് ഇ കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. y ഓഫ് എക്സ് കണ്ടുപിടിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് സോൾവിങ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവനെ സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യാം? അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ശരിക്കും നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിസ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്, മിസ് എങ്ങനെയാണ് പെട്ടെന്ന് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബിക്കോസ് ഇതിനകത്ത് കുറച്ച് തിയറി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിയറി നന്നായിട്ട് അറിയാം. പക്ഷേ കുട്ടികൾക്ക് യൂഷ്വലി ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ഏത് ടൈപ്പാണ് എന്നുള്ളതാണ് സാധാരണ നമ്മുടെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ മിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇവിടെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണമെങ്കിൽ ഞാൻ ഇവനെ അപ്പുറത്തേക്ക് വിടുകയാണ്. സോ 1 + y² ഇൻറ്റു 1 + log x ടു ദ ബേസ് ഇ ഇൻറ്റു ഡി എക്സ് ഇപ്പുറത്തേക്ക് വിട്ടു -x ഇൻറ്റു dy. സി, ഇതെല്ലാം പ്രോഡക്റ്റുകൾ വെച്ചാൽ കൊടുത്തിരിക്കുന്നത്. ഇവന്മാരുടെ ഇടയിൽ ഒരു ടേമുകൾക്കിടയിൽ ഒരു പ്ലസോ മൈനസോ ഒന്നും തന്നെ ഇല്ല. അതിനർത്ഥം അപ്പം തന്നെ നമുക്ക് ക്ലിക്ക് ആവണം. പ്ലസോ മൈനസോ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വേരിയബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഡിവൈയുടെ അടുത്തേക്ക് y ഫംഗ്ഷനെ ആക്കാൻ പറ്റുമോ, ഡി എക്സിൻ്റെ അടുത്തേക്ക് x ഫംഗ്ഷനെ ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ് ഓൾറെഡി കമൻറ്റ് ചെയ്തു സജ്ന. വെരി ഗുഡ് മോളെ, ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം തന്നെയാണ്. അപ്പോൾ ഈ ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്താൽ യു നോ ഹൗ ടു സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കേട്ടോ, അപ്പോൾ ആ ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഡിവൈയുടെ അടുത്തേക്ക് നേരെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്നത് 1 + y² ആണ്. ഇവനെ നേരെ തട്ടി അപ്പുറത്തേക്ക് ഇടുക. സോ ഈ എക്സിനെ നേരെ ഇങ്ങോട്ടും കൊണ്ടുവരിക. സോ 1 + log x ടു ദ ബേസ് ഇ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു -dy കിടപ്പുണ്ട്. ഇവൻ്റെ അടുത്തേക്ക് 1 + y² കൊണ്ടുപോയി. കണ്ടോ, ഇതിപ്പോൾ എന്ത് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു? ദിസ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണെങ്കിൽ സൊല്യൂഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. സോ വി കൻ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/x ഇതിനെ ബ്രേക്ക് ചെയ്ത് എഴുതാം പ്ലസ് log x/x ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു -dy/1 + y². എല്ലാം സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ആണ്. 1/x dx എന്ന് പറയുമ്പോൾ log x പ്ലസ് log x/x എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് log x ഇൻറ്റു 1/x എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ f of x ഇൻറ്റു f' ഇൻ്റഗ്രൽ f of x ഇൻറ്റു f' dx ഫോമാണ്. സോ ദ ആൻസർ ഇസ് f of x ഇൻറ്റു f' dxൽ വന്നാൽ ആൻസർ ഇസ് f of x the whole square by 2 + c ആണ് ആൻസർ. കേട്ടോ, ഇത് മറക്കരുത്. സോ അപ്പോൾ ഇവിടെ ഇത് f of x ഇൻറ്റു 1/x, f of x ഇൻറ്റു f'. സോ f of x the whole square by 2, okay, which is equal to minus of tan inverse of y plus c. സോ ഈ മൈനസ് ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നല്ല നീറ്റായിട്ട് എഴുതാം. ദാറ്റ് ഈസ് log x plus 1/2 log x the whole square plus tan inverse of y is equal to c. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ബട്ട് നമുക്ക് ജനറൽ സൊല്യൂഷൻ ആവശ്യമല്ല, പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ആവശ്യമുണ്ട്. പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന പർട്ടിക്കുലർ കേസ് എന്ന് നമുക്ക് നോക്കണം. പർട്ടിക്കുലർ കേസ് എന്ന് പറഞ്ഞാൽ ഈ കർവ് ഈസ് സാറ്റിസ്ഫൈയിങ് the point 11. That means the curve is, the function is, that particular graph is passing through the point 11 എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 ആകുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 ആകുന്നു. സോ ഗിവൺ x ഈക്വൽ ടു 1 y is equal to 1 അപ്ലൈ ചെയ്തേ. സോ ഇത് log 1, ഇതൊക്കെ മൈൻഡ് ചെയ്താൽ മതി, എല്ലാം എഴുതി ചെയ്ത് സമയം കളയൊന്നും വേണ്ട. ഇത് 1 log 1 0 പോവും, ഇത് log 1 0 പോകും. ഇത് tan inverse of 1 എന്ന് പറയുമ്പോൾ π/4 വരും. നമുക്ക് കിട്ടാൻ പോകുന്ന കണ്ടീഷൻ c ഈക്വൽ ടു π/4. സഡൻലി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതാൻ പറ്റും. വാട്ട് വിൽ ബി ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ചിൽഡ്രൻ? ജനറൽ സൊല്യൂഷനിൽ സിയുടെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് log x plus log x the whole square by 2 is equal to, plus tan inverse of y is equal to π/4. This is your particular solution. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിലേക്ക് വരാം. y of e കണ്ടുപിടിക്കണം. y of e എന്ന് പറഞ്ഞാൽ
വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു ഇ. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതിനകത്തുനിന്ന് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ പെട്ടെന്ന് എടുത്താൽ ഇതിനകത്തുനിന്ന് വൈ എടുത്താൽ വൈ ഓഫ് ഇ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. സോ വൈ കിടക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈയുടെ കൂടെയാണ്. അവൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവനെല്ലാം തട്ടി അപ്പുറത്തേക്ക് ഇടുക. പൈ ബൈ 4 മൈനസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2. ഇതിനകത്തുനിന്ന് വൈനെ പറ്റി കിട്ടും, ദാറ്റ് ഇസ് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് വൈ കിട്ടി. വൈ കിട്ടിയിരിക്കുന്ന സ്ട്രക്ചർ നോക്കിക്കേ, കംപ്ലീറ്റ്ലി ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വൈ ഓഫ് എക്സ് ആണ്. സ്പെസിഫിക്കലി ഐ ക്യാൻ റൈറ്റ് വൈ ഓഫ് എക്സ് ഇസ് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2. കണ്ടോ, ഇതാണ് നമ്മുടെ വെൽ സ്ട്രക്ചർ ഓഫ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈ ഓഫ് ഇ കണ്ടുപിടിക്കണം. ദെയർഫോർ വൈ ഓഫ് ഇ എന്ന് പറയുന്നത് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് ലോഗ് ഇ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയ സമയം കളയൊന്നും വേണ്ട, 1 ആണ്. 1 മൈനസ് 1 ബൈ 2. ഓക്കെ, ഇത് സ്ക്വയർ ഉണ്ട്, 1നെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 തന്നെയാണ്. ദാറ്റ് ഇസ് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് 1 ബൈ 2 മൈനസ് 1 ഇസ് മൈനസ് 3 ബൈ 2. സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും വൈ ഓഫ് ഇയുടെ വാല്യൂ ഇങ്ങനെ കിട്ടി. പക്ഷേ ഇത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ സ്ട്രക്ചറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന ഫോമിലേക്ക് ആക്കണം. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദിസ് ഈസ് ഓഫ് ദ ഫോം ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റ. സോ വൈ ഓഫ് ഇ ക്യാൻ ബി റിട്ടൺ ആസ് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ ആണെന്ന് ട്രിഗണോമെട്രി പഠിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം. സോ അത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന സൊല്യൂഷൻ സ്ട്രക്ചറിൽ ആൻസർ കിട്ടി. സോ യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദാറ്റ് ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു 1 ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചത് എന്തായിരുന്നു? ആൽഫ പ്ലസ് 2 ബീറ്റ. ആൽഫ പ്ലസ് 2 ബീറ്റയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3. കേട്ടോ, ഇങ്ങനെയാണ് ഇൻറ്റീജർ ടൈപ്പിൽ ആൻസേഴ്സ് വരുന്നത്. സോ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഹോംവർക്കൊക്കെ തരേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ PYQ ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടായിരത്തി 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഇതിനകത്തൊരു കറക്ഷൻ ഉണ്ട്. ഇത് എഫ് ഓഫ് ആർ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. സോ ഇതുകൂടെ ചെയ്ത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ലിമിറ്റ് r tending to x 2r square f of r the whole square minus f of x into f of r divided by r square minus x square minus r cube into e raised to f of r by r. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് this is a differentiable function and f of 1 equal to 1, then what will be the value of a, what will be the value of EA such that f of a equal to 0. ഈ എഫ് ഓഫ് എ ഈക്വൽ ടു 0 എന്നൊക്കെ പറയണമെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് എഫ് ഓഫ് എക്സിന് കിട്ടണം. ഈ എഫ് ഓഫ് എക്സ് കിട്ടേണ്ടത് ഇത് സോൾവ് ചെയ്തിട്ടാണ്. ആക്ച്വലി ഇത് ശരിക്കും ഒരു നല്ല ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു ലിമിറ്റുമായിട്ടുള്ളൊരു ക്ലബിംഗ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇത് വേഗം സോൾവ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻ കണ്ടാൽ പേടിയാവും. എനിക്ക് എപ്പോഴും ഈ സ്ക്വയർ റൂട്ട് നീട്ടി വലിച്ചിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് സ്ക്വയർ ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ എഫ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ആർ ടെൻഡിങ് ടു എക്സ്
ലിമിറ്റ് ആർ ടെൻഡിങ് ടു എക്സ്. ഇവിടെ രണ്ട് എഫ് ഓഫ് ആർ കോമൺ ആണ്. ഇവിടെ ഒരു എഫ് ഓഫ് ആർ ഉണ്ട്, ഇവിടെ ഒരു എഫ് ഓഫ് ആർ ഉണ്ട്. സോ ഞാൻ അതിൻ്റെ അടുത്ത് പുറത്തേക്ക് വെക്കാണ് 2r² ഇൻറ്റു എഫ് ഓഫ് ആർ. സോ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഇസ് എഫ് ഓഫ് ആർ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ r² മൈനസ് x². സോ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്ത് r പ്ലസ് എക്സ് ഇൻറ്റു ആർ മൈനസ് എക്സ് എന്ന് കൊടുത്തു, മൈനസ് r³ ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് ആർ ബൈ ആർ. ഇനി ഞാൻ ലിമിറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഇവന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇവന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇവന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ഇവന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് 2r² എഫ് ഓഫ് ആർ, ആറ് മാറി എക്സ് വരും. സോ 2x² ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എക്സ് 2x ഇൻറ്റു ഈ ഫംഗ്ഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ലിമിറ്റ് ആർ ടെൻഡിങ് ടു എക്സ് എഫ് ഓഫ് ആർ മൈനസ് എഫ് ഓഫ് എക്സ് ബൈ, ഇത് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0/0 ഫോം വരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയാണ് ഈ ഫംഗ്ഷനെ. മൈനസ് ഇതിനും ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ബിക്കോസ് ലിമിറ്റ് എല്ലാവർക്കും കൂടി ചേർന്നിട്ടാണുള്ളത്. സോ x³ ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് ബൈ എക്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്. സോ ഇവിടെ ഒരു ക്യാൻസലേഷനൊക്കെ നടക്കും, ലിമിറ്റ് ഇപ്പോൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ആയി. സോ അപ്പോൾ നമുക്ക് f²x എക്സ്പ്രഷൻ വന്നിട്ട് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇയാളെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനീഷനാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷനാണ്. സോ ഇത് അറിയാവുന്ന കുട്ടികൾ ഡയറക്റ്റ്ലി ഇതിനെ f' ഓഫ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ബിക്കോസ് ഡയറക്റ്റ് NCERT-യിലുള്ളൊരു ഡെഫിനീഷൻ തന്നെയാണിത്. സോ മൈനസ് x³ ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് ബൈ എക്സ്. ആക്ച്വലി നമ്മുടെ കയ്യിലോട്ട് എഫ് ഓഫ് എക്സ് കിട്ടണം അല്ലേ? സോ എഫ് ഓഫ് എക്സ് കിട്ടണമെങ്കിൽ എഫ് ഓഫ് എക്സിന് നിങ്ങൾ y ആയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ നല്ലൊരു ഫോമിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. y² ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു f dash is nothing but dy by dx minus x³ ഇൻറ്റു ഇ റൈസ് ടു y by x. കണ്ടോ, നല്ലൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി. സോ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. ദാറ്റ് ഈസ് y² പ്ലസ് x³ ഇൻറ്റു ഇ റൈസ് ടു y by x ഈക്വൽ ടു xy dy by dx. സോ ഈ dy by dx എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് ഒരു എക്സ്പ്രഷൻ ഡെവലപ്പ് ചെയ്യാം. y² by xy എന്ന് പറയുമ്പോൾ that is y by x plus x² by y e raised to y by x. This is a differential equation. ഞാൻ നിങ്ങളോട് പറഞ്ഞു dy by dxും ഫംഗ്ഷൻ്റെ കൂടെ e raised to y by xും വന്നാൽ ഒന്നും നോക്കണ്ട, അത് ഏത് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകും? ഹോമോജീനിയസ് ആകും. സോ ദിസ് ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഹോമോജീനിയസ് എന്ന് കേട്ട പാടെ നമ്മൾ ഇതിൻ്റെ പ്ലേസിൽ v പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതും. ദാറ്റ് ഈസ് വി പ്ലസ് ഇവിടെ y by x എന്നുള്ളത് എക്സ് ഇൻറ്റു ഈ എക്സിന് ഒരു എക്സിന് ഡിനോമിനേറ്റർ കൊണ്ടുവന്നാൽ നിങ്ങൾക്കതിനെ വി എന്ന് എഴുതാൻ പറ്റും, y by x ആക്കും, അതിനെ വി എന്ന് എഴുതാൻ പറ്റും, ഇ റൈസ് ടു വി എന്ന് എഴുതാം. സോ വിയും കട്ട് ചെയ്ത് പോയി, ഇവിടെ ഒരു എക്സും കട്ട് ചെയ്ത് പോയി. ഫൈനലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വി ഡി വി ഈക്വൽ ടു ഡി എക്സ്. ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദിസ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കിട്ടിയാൽ വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വി ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? പ്രോഡക്റ്റ് റൂളാണ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. സോ ദാറ്റ് ഈസ് വിച്ച് ഫംഗ്ഷൻ ഈസ് ടേക്കൺ ടു ബി ദ ഫസ്റ്റ് ഫംഗ്ഷൻ? ബൈ ഹൈലൈറ്റ് റൂൾ ദിസ് ഫംഗ്ഷൻ വി ഷുഡ് ബി the first function. So v into minus v e raised to minus v minus integral e raised to minus v dv equal to x plus c. That is minus v e raised to minus v minus e raised to minus v equal to x plus c. This is the general solution, but v മാറ്റി y by x കേട്ടണം. So minus e raised to minus v പുറത്തേക്ക് എടുത്താൽ നമുക്ക് v plus 1 എന്ന് എഴുതാം equal to x plus c. So that is minus of e raised to minus y by x into y by x plus 1 is equal to x plus c എന്ന് എഴുതാം. So this is general solution. Particular solution കിട്ടാൻ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് f of 1 equal to 1. f of 1 equal to 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 ആകുന്നു, വൈയുടെ വാല്യൂ 1 ആകുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈനസ് ഇ റൈസ് ടു മൈനസ് 1 is equal to 1 plus 1. That is 2 equal to 1 plus c. That is 2 e raised to minus 1 is equal to 1 plus c. So c യുടെ വാല്യൂ 2 by e minus 1. So ഇത് നേരെ കൊണ്ടുവന്ന് ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ ബൈ എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് സിയുടെ പ്ലേസിൽ
2/e minus 1. 2/e minus 1. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എഫ് ഓഫ് എ 0 ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ 0. വൈയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം 1 ആയി. -1 ഇൻറ്റു ഇത് 0, ഇത് 1, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എ പ്ലസ് 2/e minus 1. സോ ദാറ്റ് ഈസ് -1 ഈസ് ഈക്വൽ ടു എ പ്ലസ് 2/e എന്നുള്ളത് വരും. സോ ഇവിടെ മൈനസ് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ ഇവിടെ ഒരു സൈനിൻ്റെ പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു സൈനിൻ്റെ പ്രശ്നം ഇവിടെ മൈനസ് ആണ്. ഇവിടെ മൈനസ് വന്നു. അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് -2/e minus 1 ആണ്. നമുക്കൊരു ചെറിയ സൈനിൻ്റെ പ്രശ്നം വരുമ്പോൾ എവിടെയാണെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ -2/e minus 1. സോ -1 കട്ട് ചെയ്ത് പോയി. എ ഈക്വൽ ടു 2/e എന്ന് കിട്ടി. എയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ചെയ്തെടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സാക്ക് ഫുള്ള് ചെയ്ത് വിട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റഡ് ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസും തിയറി എല്ലാം എക്സാമ്പിളിട്ട് എല്ലാ തിയറിയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിയറിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കി മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാം, സോൾവ് ചെയ്യാൻ പറ്റും. ബാക്കി PYQ കൂടിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. സോ എന്തായാലും ഇത്രയും നേരം ലൈവിൽ കുറേ പേര് ഉണ്ടായിരുന്നു. സോ നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.